വളരെ 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 സന്തോഷമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു ഭയങ്കര ആത്മനിറവാണ്. എപ്പോൾ വർത്താനം പറഞ്ഞാലും ആത്മനിറവാണ്. ആ ആത്മനിറവിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എത്രയോ വലിയ ഭാഗ്യം. നിങ്ങളെ എല്ലാവരെയും ഞാൻ അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. നിങ്ങളൊക്കെ കർത്താവിനോട് വളരെ ആഴമായ സ്നേഹവും അടുപ്പവും സമർപ്പണവും അനുസരണമൊക്കെയുള്ള ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് ആരാധിക്കാൻ കഴിയുന്നത്. അല്ലാതുള്ളവർക്കൊന്നും ആരാധിക്കാനായിട്ട് സാധിക്കത്തില്ല. സ്നേഹമുണ്ടോ, കർത്താവിനോടൊരു അടുപ്പവും സ്നേഹമൊക്കെ ഉണ്ടോ, അറിയാതെ നമ്മൾ ആരാധിച്ചു പോകും. അതുകൊണ്ട് ആരാധനയുടെ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങളോടൊന്ന് പങ്കിടുന്നത്, ഈ അടുത്ത കാലത്തൊക്കെ എനിക്ക് ദൈവം ഒരു വളരെ പ്രകാശനം തന്ന ഒരു തിരുവെഴുത്താണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. പക്ഷേ ആദ്യത്തെ 3 വാക്യം മാത്രമേ നമ്മളിപ്പോൾ വായിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വന്നതാണ്. വെഞ്ഞാറമ്മൂട് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ മുമ്പോട്ട് പോകാനേ കഴിയുകയില്ല. ഇലക്ഷൻ്റെ തൊട്ടു മുമ്പിലുള്ള ദിവസങ്ങളിൽ ഇത്രയും വലിയ തിരക്കിലുണ്ടായിരിക്കുമെന്ന് ഞാനും സങ്കല്പിച്ചില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വരുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചെറിയ ഉത്കണ്ഠയും തിരക്കും. എൻ്റെ കൂടെ നിങ്ങൾ വാഹനത്തിലിരുന്നാൽ നിങ്ങൾക്ക് പേടി വരും. ഞാൻ അത്ര വേഗതയിൽ വണ്ടി ഓടിക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട്, ഈ തിടുക്കം കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് ശാന്തമായിട്ട് ഞാൻ നിന്ന് സംസാരിക്കേണ്ടത്. ഭയങ്കര തിരക്കും തിടുക്കവും സ്പീഡും കഴിഞ്ഞിട്ട് ശാന്തമായി സംസാരിക്കണം. നിങ്ങൾ സാധാരണ കാണുന്നത് പോലെ ഒരു വലിയ ഉണർവ് പ്രസംഗമൊന്നും ചിലപ്പം കിട്ടിയെന്നിരിക്കില്ല. പക്ഷേ തിരുവെഴുത്തിൻ്റെ ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ എനിക്കറിയാം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കും, നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, നമ്മളെ പിന്നെയും പിന്നെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. കർത്താവിന് സ്തോത്രം. ഇവിടെ ആദ്യം തുടങ്ങുന്ന പദം കാൺമീൻ. ഇംഗ്ലീഷ് പദപ്രയോഗം കുറച്ചുകൂടി ഒരു സുഖമാ. ബിഹോൾഡ്. ഏതോ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കാൻ, നോക്കുവാൻ ഉള്ള ഒരു വലിയ ക്ഷണം ആണ് ഇവിടെ കാണുന്നത്. A call to look into the unfathomable love of God. ദൈവത്തിന്റെ അഗാധമായ ആഴമായ സ്നേഹത്തിലേക്ക് ഒന്ന് വന്നു നോക്കൂ. പണ്ട് മോശ ഹോരേബ് പർവ്വതത്തോളം ചെന്നു. അപ്പോൾ ആ പർവ്വതത്തിന്റെ മുന്നിൽ ഒരു വലിയ അഗ്നി കണ്ടു. മുൾപ്പടർപ്പ് കത്തുന്നതും അത് ചാമ്പലായിപ്പോ കത്തുന്നു, പക്ഷെ ചാമ്പലാകുന്നില്ല. അസാധാരണ കാഴ്ച. നേരിട്ട് അങ്ങോട്ടും ഇതെന്താണെന്ന് എനിക്കൊന്ന് കാണണം. ഏതോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരാള് പറയണേ, come on, behold, വന്നേ, ഒരു അത്ഭുത കാര്യം കാണാനുണ്ട്. കണ്ണുകൾ തുറക്കുന്നൊന്ന് നോക്കണം, ഒന്ന് കാണണം. ആ ക്ഷണമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് എന്റെ ഇൻവിറ്റേഷൻ യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് വരുന്നത് ബിഹോൾഡ്, വന്ന് കാണുക. കാൺമീൻ. എന്ത് കാണാനാണ്? ദി അൺഫാത്തമബിൾ ലവ് ഓഫ് ഗോഡ്. അഗാധമായ, എത്ര ആഴത്തിലേക്ക് പോയാലും എത്താത്ത, ആ നെല്ലിപ്പലകയിൽ ചെന്ന് മുട്ടാത്ത അഗാധമായ സ്നേഹം കാണുക. എന്ത് സ്നേഹമാണത്? ഇംഗ്ലീഷും കൂടെ ഞാൻ കൂട്ടി പറയും. ദി ഇൻഎക്സ്പ്ലിക്കബിൾ ലവ് ഓഫ് ഗോഡ്.
എത്ര വിവരിച്ചാലും അവാച്യമായ ദൈവത്തിന്റെ സ്നേഹം. വാക്കുകൾ കൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് വാക്കുകൾ കൊണ്ട് ഞാൻ വിവരിക്കാൻ പോവുകയാണ്. പക്ഷെ എത്ര വിവരിച്ചാലും പോരാ എന്ന് തോന്നും. ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാലോ എത്ര അനുഭവിച്ചാലും പോരാ. ഐസ്ക്രീം കഴിച്ചാലോ കുറച്ചു നേരം കഴിയുന്ന നമുക്ക് മടുപ്പ് വരും. നല്ല പായസം കഴിച്ചാലോ കുറച്ച് കഴിയുന്ന വയറും നിറയും, പോരാ. അതെ, അതിനകത്തൊരു മടുപ്പ് വരും. പക്ഷേ എത്ര വിവരിച്ചാലും, എത്ര രുചിച്ചാലും, എത്ര സ്പർശിച്ചാലും, അതെ, ഒരിക്കലും തീരാത്ത, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഇൻഎക്സ്പ്ലിക്കബിൾ ലവ് ഓഫ് ഗോഡ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ അളന്നു നോക്കൂ. എത്ര അളന്നാലും നമ്മൾ ആഴി അളന്നു നോക്കണം, സമുദ്രം അളന്നു നോക്കണം. നമ്മുടെ ഇവിടുത്തെ ലിറ്റർ കൊണ്ടോ പാത്രം കൊണ്ടോ അളന്നാൽ തീരുമോ? ഒരിക്കലും തീരുകയില്ല. എന്ന് പറയുന്നത് പോലെയാണ് ഇമ്മെഷറബിൾ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹം എത്ര അളന്നാലും അളന്നു തീർക്കാൻ കഴിയാത്ത ആ ദൈവത്തിന്റെ സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ബൗണ്ടറി ഇല്ലതിന്, ബൗണ്ട്ലെസ്സാ. അതിന് എത്ര നിങ്ങൾ അതിരുകൾ അന്വേഷിച്ചോ, അതിന്റെ നീളവും അതിന്റെ വീതിയും അതിന്റെ ആഴവും അതിന്റെ ഉയരവും എത്ര അന്വേഷിച്ചു പോയാലും തീരത്തില്ല. പിന്നെയും കിടക്കുകയാ. അതിന്റെ അർത്ഥം അളക്കാനാകാത്ത സ്നേഹമാണ്, അതിരില്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാ, കാം, അതൊന്ന് വന്ന് കാണുക. കാൺമീൻ. എന്താണ് കാണേണ്ടത്? കാൺമീൻ. നിങ്ങളുടെ വചനം ശ്രദ്ധിക്കണം. ബൈബിൾ ഉണ്ടല്ലോ. എന്താ വന്ന് കാണേണ്ടത്? കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കളാണെന്ന് വിളിക്കപ്പെടുക എന്ന് വെച്ചാൽ കണക്കാക്കപ്പെടുക. വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മളെ മക്കളാണെന്ന് പറയാൻ, മക്കളായിട്ട് വിളിക്കപ്പെടാൻ, അതെ, അങ്ങനെയുള്ളൊരു പദവി തരത്തക്ക തരത്തില് അവന്റെ മക്കളാണെന്ന് നമ്മളെ മാന്യമായിട്ട് ഇവൻ എന്റെ മകനാ, ഇവൻ എന്റെ മകളാ എന്ന് ദൈവം നമ്മളെ കുറിച്ച് പറയത്തക്ക തരത്തില് എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തിക്കുക, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്താണെന്നറിയാം? കാൺമീൻ, നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ ഇവിടെ നോക്കുന്നുണ്ടേ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വചനമാണ് നമ്മൾ ഇവിടെ കണ്ടത്, നമ്മൾ കേട്ടത്. ഈ വേദഭാഗത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിന്റെ ആദ്യം ചെറിയൊരു ഘടനയൊക്കെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ആഴത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. രണ്ട് കാര്യമാണ്. ആദ്യം പറയുകയാണ്, കാൺമീൻ, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മളുടെ പണ്ടത്തെ പേരെന്താണെന്ന് അറിയാം? നമ്മളൊക്കെ പാപികളെന്നായിരുന്നു നമ്മളുടെ പേര്. പക്ഷെ ഇപ്പൊ നമ്മുടെ പേരെന്താണ്? ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി. അപ്പൊ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ കഴിയുന്നത് എന്തൊരു വലിയ പദവിയാ. ആ ദൈവസ്നേഹം നമ്മളെ വളർത്തി ഉയർത്തി ഒരു ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുപോവുക. അതാണ് ആദ്യം പറയുന്നത്. കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, നമ്മളെ ദൈവത്തിന്റെ മക്കളാണെന്ന് വിളിക്കാൻ, പറയാൻ, കണക്കാക്കാൻ എന്തൊരു വലിയ സ്നേഹം. അപ്പൊ നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കുന്ന, പാപികളെ മക്കളാക്കുന്ന സ്നേഹത്തെ കുറിച്ച് അവിടെ പറയുന്നത്. രണ്ടാമത്തത്, നിങ്ങൾ അടുത്ത വാക്യം നോക്കിക്കോളൂ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോ ദൈവത്തിന്റെ മക്കള് ആകുന്നു. നാം എന്തോ ആകും, അത് ഇതുവരെ മനസ്സിലായിട്ടുണ്ടോ? പ്രത്യക്ഷമായിട്ടുണ്ടോ? പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും. അതിന്റെ അർത്ഥം എന്താ? ഭാവിയിൽ നമ്മൾ ആരായിത്തീരും, നമ്മൾ എന്തായിത്തീരുമെന്ന. ആദ്യത്തത് ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നതാണല്ലോ ദൈവത്തിന്റെ സ്നേഹം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ദ ട്രാൻസ്ഫോമിംഗ് ലവ് ഓഫ് ഗോഡ്. നമ്മളൊക്കെ ഈ മർത്യ ശരീരത്തിലാ, പക്ഷെ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരും, യേശുവിനെ പോലെ വിശുദ്ധരായിത്തീരും, അവനെ പോലെ നമ്മൾ ആകും. നിങ്ങൾക്ക് ഒരു പക്ഷെ ഓർമ്മയുണ്ടായിരിക്കും, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നത്, അതേ സഹോദരന്മാരെ, നമ്മൾ ഒരു മർമ്മം അറിഞ്ഞിരിക്കണം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അതിന് പകരം അതേ അന്ത്യകാഹളത്തിങ്കല്
കണ്ണിമെക്കുന്നതിനിടയിൽ നൊടിയിടയിൽ നമ്മൾ എന്തുവായിത്തീരുമെന്ന, നമ്മളെല്ലാവരും ഇവിടുന്ന് പറന്ന് ഉയർന്ന് നമ്മൾ അവനെ പോലെ ആയിത്തീരും. അവനെ പോലുള്ള ശരീരം, അവനെ പോലെ. അപ്പൊ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്നേഹം. ഇപ്പൊ നമ്മൾ മനുഷ്യരാ, ഇപ്പൊ നമ്മൾ പാപങ്ങളും അതും ഇതൊക്കെ ഉള്ള ശരീരത്തിലാ, പക്ഷേ നമ്മൾ അവനെ പോലെയാ. അപ്പൊ ദൈവത്തിന്റെ ട്രാൻസ്ഫോമിങ് ലവാ, ഭാവിയെ കുറിച്ചുള്ള വാഗ്ദാനമാ. ദൈവത്തിന്റെ മക്കൾ ആരാണെന്ന് അറിയാമോ? ഭാവിയുള്ളവരാ, നാളെയുള്ളവരാ. നമ്മുടെ നാളെയുടെ ഇത് അളവെന്താണെന്ന് അറിയാമോ? നിത്യതയുടെ അളവാ നമ്മുടെ നാളെ. അല്ല ഇവിടം കൊണ്ടെങ്കിലും തീരുന്നതല്ല. 65 വയസ്സോ 70 വയസ്സ് കൊണ്ടോ 80 വയസ്സ് കൊണ്ടോ 90 വയസ്സ് കൊണ്ടോ 120 വയസ്സ് കൊണ്ടോ തീരുകയില്ല. അതിന് പകരം നിത്യതയുടെ പങ്കാളികളാക്കാൻ പോകുക. നമ്മൾ അവനായിരിക്കുന്നത് പോലെ നമ്മളും ആയിത്തീരും. മൂന്നാമത്തെ പക്ഷെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മൂന്നാമത്തെ വാക്യം, ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. അതിന്റെ അർത്ഥം നമുക്ക് ചുമതലയുണ്ടെന്ന. നമ്മളിപ്പോ ദൈവത്തിന്റെ മക്കളാണ്. ഇനിയും അവനെ പോലെ അവൻ വരുമ്പോൾ അവനെ നമ്മൾക്ക് നേരിട്ട് കണ്ടു കഴിയുമ്പോൾ നൊടിയിട്ട കൊണ്ട് നമ്മൾ അവനെ പോലെ ആയിത്തീരും. പക്ഷെ ഇതിനിടയ്ക്കുള്ള കാലത്ത് സ്നേഹം നമുക്ക് കിട്ടിയോ, പ്രിവിലേജ് കിട്ടിയോ, പദവി കിട്ടിയോ, അങ്ങനെയാണെങ്കിൽ അതിനോട് ചേർന്നുള്ള ചുമതല, കർത്തവ്യങ്ങള്, ഡ്യൂട്ടികള്, കടപ്പാടുകളുണ്ട്. എന്താണ് കടപ്പാട്? അവൻ നിർമ്മലൻ ആയിരിക്കുന്നത് പോലെ. ആര് നിർമ്മലീകരിക്കുന്നെന്ന്? നമ്മള് സൂക്ഷിച്ച് ചാണകം കടക്കുക, അത് ഒഴിഞ്ഞു പോകും. മുള്ളു കടക്കുക, അത് നമ്മള് ഒഴിഞ്ഞു പോകും. വലിയ കുണ്ടും കുഴിയ ചെളിയ, അത് നമ്മള് ഒഴിഞ്ഞു പോകും. തിന്മകൾ കാണുകയാ, അത് നമ്മള് ഒഴിഞ്ഞു പോകും. വേണ്ടാത്ത കാര്യം മൊബൈലിനകത്ത് ഇങ്ങനെ തെളിഞ്ഞു വരുന്നു, അപ്പോഴേ കണ്ണടച്ച് രക്തം ജയം പോപ്പിച്ചാച്ചെന്നൊക്കെയാ ആളുകൾ പറയുന്നത്. വേണ്ടാത്തതെല്ലാം അതെല്ലാം ഒഴിഞ്ഞ് തന്നെ തന്നെ അവന് നിർമ്മലീകരിക്കുന്നു. എന്തുപോലെയാ? അവനെ പോലെ, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ദൈവത്തിന്റെ നിർമ്മലത, മലിനതയില്ലായ്മ. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അവനെ പോലെ വിശുദ്ധരാക്കുന്ന പ്രക്രിയ എനിക്കും നിങ്ങൾക്കും അതിനകത്ത് പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ആ നിത്യതയ്ക്ക് വേണ്ടി അവൻ വരുമ്പോൾ അവനെ നമ്മൾ കാണും. അതുപോലെ നമ്മളാകണമെങ്കിൽ ചെയ്യേണ്ടത് എന്താ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രസംഗം തീർന്നു എന്ന. കാരണം എന്താണെന്നറിയോ? പ്രധാനപ്പെട്ടതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിന്റെ അല്പം വിശദാംശങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകട്ടെ. നമ്മള് എന്തിനാണ് റോസപ്പൂക്കളെ ഉമ്മ വെക്കുന്നത്? അതിന്റെ മണം, അതിന്റെ ഭംഗി, പിന്നെ അത്രയേ ഉള്ളൂ. അതിന്റെ രൂപം എന്ത് രസമായിട്ടാ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ സ്നേഹിക്കുന്നതും പറിച്ചെടുക്കുന്നതും ഉമ്മ വെക്കുന്നതും വേണ്ടി വന്നാൽ സ്യൂട്ടിന്റെ ഈ ഭാഗത്തിങ്ങനെ കുത്തിവെച്ചേക്കും. എന്താണെന്നറിയാമോ? അത് നമുക്ക് ഭയങ്കര എന്തൊക്കെയോ തൃപ്തി തരുന്നുണ്ട്, ആണല്ലോ. അതിനെ നമ്മൾ സ്നേഹിക്കുന്നു. പക്ഷെ ഇത് വാടിക്കരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മളെടുത്ത് ഈ ഡസ്റ്റ്ബിന്നിനകത്തേക്ക് അഴുക്കൊക്കെ ഇടുന്ന നമ്മുടെ വാഴപ്പഴത്തിന്റെ തൊലിയും പിന്നെ പൊട്ടാറ്റോയുടെ ഇതും ഇതെല്ലാം ഇടുന്ന എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇത് വലിച്ച് എറിയും. ചില ആളുകൾക്ക് ഭയങ്കര പ്രേമമാ. പ്രേമിച്ച പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ സെന്റ് തോമസ് പാലായി സെന്റ് തോമസ് കോളേജിൽ ഒരു പെങ്കൊച്ചിനെ പ്രേമം, അവന് വൺ വേ പ്രേമോ, 2 വശത്തേക്കും പ്രേമമില്ല. ചില ആൾക്ക് വൺ വേ പ്രേമാ. ഈ വൺ വേ പ്രേമത്തിനകത്ത് കിട്ടാതെ വന്നെ അവൻ എന്തോ ചെയ്തു? അവളെ അവസാനം കൊന്നില്ലേ? അപ്പൊ അത് എന്തൊരു സ്നേഹമാണത്! മനുഷ്യരുടെ സ്നേഹം എന്തൊരു സ്നേഹമാ!
അപ്പൊ നമ്മൾ എന്ത് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അർത്ഥമാക്കുന്നത് എന്താ? നല്ല സുഗന്ധമുള്ളത്, വളരെ ഭംഗിയുള്ളത്, കാണാൻ ഭംഗിയുള്ളത്, നിറപ്പകിട്ടാർന്നത്, അതിനോടൊക്കെ നമുക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അതിന്റെ അട്രാക്ഷൻ അത് വളരെ വശ്യമായത് കൊണ്ടാണ് അതിനെ നമ്മൾ സ്നേഹിക്കുന്നത്. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചികരമായിരുന്നത് കൊണ്ടല്ലേ ഹവ്വ ചെന്ന് ഇത് തലോടി കയ്യിലെടുത്ത് അവസാനം ഒന്ന് കടിച്ചു നോക്കി. അപ്പൊ അത് ഭയങ്കര അട്രാക്റ്റീവാ. അത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം. ഇതിനൊക്കെ ഒരു ഭയങ്കര സുഖമായി ഇത് തരുന്നത്. എന്താണ് ഈ നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങളില് ഒരു തരം അനുഭൂതി, ഒരു തരം സന്തോഷം ഇത് ഉളവാക്കുന്നതാ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളെ ഇത് എന്റർടൈൻ ചെയ്യുന്നതാ, ഇത് നമുക്ക് ആഹ്ലാദം വരുത്തുന്നതാ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്നേഹിക്കുന്നത്. അല്ല അത് എന്നാൽ വാടിപ്പോയാൽ, കരിഞ്ഞു പോയാൽ, എനിക്ക് ഓർമ്മയുണ്ട് അങ്ങ് ചെങ്ങന്നൂരിനടുത്ത് ഒരു സ്ഥലത്ത് ഞാനൊരു ഒരു സ്റ്റെപ്പിനി പാസ്റ്റായിട്ട് 3-4 മാസം ഭയങ്കര പ്രതിസന്ധിയായിരുന്നത് ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഞാനൊരു വിശ്വാസിയെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചു, അവർക്ക് ക്യാൻസർ വന്ന് മരിച്ചതാ. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ വേലക്കാരിയെ കൊണ്ട് രജിസ്റ്റർ കല്യാണം കഴിച്ചു. എങ്ങനെയുണ്ട് വിശ്വാസിയ? ഈ ഭാര്യ മരിക്കാൻ കാത്തിരിക്കരുത്. അതെ, കുഴി ഒരേ കുഴി ചാകാനായിട്ടൊക്കെ എന്നൊക്കെ എല്ലാവരും പറയുന്നത്. ഇതേ നമ്മൾ പല ആളുകളും ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു കഴിയുമ്പോൾ, ഭർത്താവിന് മീശയൊക്കെ വെളുത്തതായി കഴിയുമ്പോൾ നമ്മുടെ സ്നേഹമൊക്കെ ചിലർക്കൊക്കെ കുറയാറുണ്ട്. മക്കളോട് സ്നേഹം കുറയാറുണ്ട്. എന്നാ കാശ് കുറവാവാൻ കൊണ്ടുവരുന്നത്. പല ആളുകൾക്കും സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, അല്ല എന്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ളതല്ല, നമുക്ക് എന്ത് കിട്ടും. ഇതാണ് മനുഷ്യരുടെ സ്നേഹം എന്ന് പറയുന്നത്. എനിക്ക് എന്ത് കിട്ടും, വാട്ട് ക്യാൻ ഐ ഗെറ്റ്, വാട്ട് ക്യാൻ ഐ റിസീവ്, അവിടെയാണ് സ്നേഹം. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സെൽഫ് ഐഡലട്രിയാ. നമ്മൾ നമ്മളെ തന്നെ വിഗ്രഹമായി കാണുന്നത് കൊണ്ട് ഈ വിഗ്രഹത്തിന് തൃപ്തി വരുത്തുന്നതെല്ലാം അതിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അത് യോഹന്നാൻ പറയുന്ന ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇതെനിക്ക് എന്ത് കിട്ടുമെന്ന. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഏതിനെ, മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് ഇത് ഫെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ, ഇത് വാടിക്കരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്നേഹം അതോടുകൂടി കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നതിനകത്തേക്ക് ഇനി ഇത്തിരി കൂടി കൊണ്ടുപോകട്ടെ. ദൈവത്തിന്റെ സ്നേഹം ഞാൻ നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ്. ദൈവത്തിന്റെ സ്നേഹം വളരെ വ്യത്യസ്തമാണ്, അതിന് സവിശേഷതയുള്ളതാ. ഈ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ബൈബിളിൽ നിന്ന് അവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത ചില കാര്യങ്ങൾ ആദ്യം പറയും. അത് കഴിഞ്ഞിട്ട് ബിഹോൾഡിനകത്തേക്ക് നമ്മൾ മടങ്ങി വരും. കാൺമീൻ, അത് നിങ്ങളുടെ മുൻപിൽ വരച്ച് കാണിക്കുക. ദൈവത്തിന്റെ സ്നേഹം വരച്ച് കാണിക്കുക. എനിക്ക് അതിൽ കൂടുതൽ ജോലികളൊന്നും ഇന്നത്തെ ദിവസം ഇല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ആർക്കെങ്കിലും ഓർമ്മയിൽ നിന്ന് പറയാമോ, നോക്കാതെ പറയാമോ? 1 യോഹന്നാൻ 4:8, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. അതെ, അതിൽ പറയുന്ന 2-ാമത്തെ ഭാഗമാണ് പറയുന്നത് ദൈവം സ്നേഹം തന്നെ. നല്ല ശരിക്കും പരിഭാഷപ്പെടുത്തേണ്ടത് ദൈവം സ്നേഹമാകുന്നു. യോഹന്നാനായി ദൈവത്തെ നിർവചിക്കാനായിട്ട് ഒത്തിരി നമ്മൾ എത്ര നിർവചിച്ചു കഴിഞ്ഞാലും കഴിയത്തില്ല. നാഴി കൊണ്ട് അളക്കാൻ കഴിയുന്ന ഒരാളല്ല ദൈവം. എന്നാലും അദ്ദേഹം പറയുന്നുണ്ട് ദൈവം ആത്മാവാകുന്നു. സാരാംശത്തിൽ ദൈവം ആത്മാവാ. അവനെ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മരം കൊണ്ടുമല്ല അവനായിരിക്കുന്ന. അതുകൊണ്ട് വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറയുന്നത് ദൈവം ആത്മാവാകുന്നു. വേറെ ഒരിടത്ത് പറയുന്നുണ്ട് ദൈവം വെളിച്ചമാകുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലാണ് പറയുന്നത് ഗോഡ് ഈസ് ലൈറ്റ് ആൻഡ് ഇൻ ഹിം ദെയർ ഈസ് നോ ഡാർക്ക്നെസ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ദൈവം പരിശുദ്ധനാണ്, ദൈവം വെളിച്ചമാണ്, ഒരു തിന്മയും അവനില് ഇല്ല, അവനിൽ ഇരുട്ട് ഇല്ല. ഇവിടെ പറയാണ് ദൈവം സ്നേഹമാകുന്നു. ശരിക്കും
ദൈവത്തിന്റെ ബന്ധങ്ങളുടെ ഭാഷയാ. നമ്മളോടുള്ള ബന്ധത്തിന്റെ കാതൽ എന്താണെന്ന് അറിയാമോ? നമ്മളോടുള്ള ദൈവത്തിന് സ്നേഹമാ, കോപമല്ല, ന്യായവിധിയല്ല, നമ്മളോട് പുച്ഛമല്ല, വെറുതെ സൃഷ്ടിയായിട്ട് കാണുകയല്ല. അതിന് പകരം അവന് നമ്മളോടുള്ളത് ആഴമായ സ്നേഹമാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത്ര മനോഹരമായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിളംബരം, ഒരു ഡിക്ലറേഷൻ, ഇതിന് തുല്യമായിട്ട് ഒരു വചനവും ലോകത്തിലില്ല, ഒരു വചനവും ബൈബിളിലില്ല. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവം സ്നേഹം ആകുന്നു. ഇറ്റ് ഈസ് സോ ഡീപ്, ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ദൈവത്തിന്റെ സൗന്ദര്യം അതിനകത്താണ് കാണുന്നത്. എന്താ സൗന്ദര്യം? എന്താണ്? നമ്മുടെ മീശയും നമ്മുടെ കേശവും നമ്മുടെ വെളുപ്പും നമ്മുടെ പൊക്കവും തടി, ഇതൊന്നുമല്ല. ദൈവത്തിന്റെ സൗന്ദര്യം, ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ്? ദൈവത്തെ ഏറ്റവും സുന്ദരനാക്കുന്നത് എന്താണ്? ദൈവം സ്നേഹമാ. ദൈവം വിശുദ്ധനാണ്, പക്ഷെ എന്നാൽ അതേ സമയത്ത് ദൈവം സ്നേഹമാണ്. അത്ര ആഴമുള്ളതാ. ഇറ്റ് ഈസ് സോ റിവീലിംഗ്. ദൈവത്തെക്കുറിച്ച് ശരിക്ക് വെളിപ്പെടുത്തി തരുന്നത് ഒരു കാര്യമാണ്, ദൈവം സ്നേഹം ആകുന്നു. അതിന്റെ അർത്ഥം നമ്മള് ശരിക്ക് ധാരാളം അർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ദൈവം. അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം സ്നേഹം ആകുന്നു. സ്നേഹം ദൈവമാകുന്നു എന്ന് പറയാറുണ്ട് പ്രേമിക്കുന്നവര്. ലവ് ഈസ് ഗാഡ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? ഗാഡ് ഈസ് ലവ്. നമ്മുടെ ദൈവം സ്നേഹമായതുകൊണ്ടൊന്ന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കളായി തീർന്നത്. അതുകൊണ്ടാണ് പാപമോചനം കിട്ടിയത്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീർന്നത്. അതുകൊണ്ടാണ് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് പിശാചിന്റെ കയ്യിൽ നമുക്ക് രക്ഷ കിട്ടിയത്. ദൈവത്തിന്റെ സ്നേഹമാ. ആ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവം സ്നേഹമാകുന്നു. ആ ദൈവം സ്നേഹമാണെങ്കിൽ കരങ്ങളൊക്കെ ഉയർത്തി ദൈവത്തിന് ഒരു നിമിഷം ആരാധന അർപ്പിച്ചാട്ടെ. ദൈവം സ്നേഹം ആകുന്നു. രണ്ടാമത്തത് 1 യോഹന്നാൻ 4:7 വാക്യം. 4:7 വായിക്കുമോ? 1 യോഹന്നാൻ 4:7. നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ഹലോ, കേൾക്കണേ. സ്നേഹം എവിടുന്നാ വരുന്നത്? ദൈവത്തിൽ നിന്ന് വരുന്നു. ഭർത്താവിൽ നിന്നല്ല, ഭാര്യ എന്നല്ല, മക്കളിൽ നിന്നല്ല, കമ്പനിയിൽ നിന്നല്ല. അവിടെയൊക്കെ കുറവുകളുണ്ട്. അവിടെയൊക്കെ പഴയ കാലത്തെ കിണറിനകത്ത് വെള്ളം പറ്റിപ്പോകുന്നത് പോലെയാ, കുളത്തില് വെള്ളം പറ്റിപ്പോകുന്നത്. സമ്മർ ആയി കഴിഞ്ഞാൽ ഓരോരുത്തർ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാഞ്ഞിട്ട് എങ്ങനെയാ ലോറിക്കകത്തൊക്കെ വെള്ളം കൊണ്ടുവരിക. ഉറവിടമൊക്കെ തീർന്നു പോകും. പക്ഷെ ഇവിടെ പറയാണ്, സ്നേഹം എവിടുന്നാ വരുന്നത്? സ്നേഹം ദൈവത്തിൽ നിന്നാ. അതിന്റെ അർത്ഥം ഗാഡ് ഈസ് ദി സോഴ്സ് ഓഫ് ലവ്. സ്നേഹത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ട് ഭർത്താവിന് എടുക്കുന്ന ആവശ്യത്തിന് സ്നേഹം കിട്ടുന്നില്ല, ഭാര്യ എടുക്കുന്ന കിട്ടുന്നില്ല, മക്കൾ എന്നെ വെറുതെ എന്തിനായി പരാതിപ്പെട്ട് വെറുതെ ഹൃദയവും മനസ്സും ഒക്കെ നിരാശപ്പെടുന്നത്? കാരണം എന്താണെന്നറിയാം? നമ്മുടെ ദൈവമാണ് സ്നേഹത്തിന്റെ ഉറവിടം. മനുഷ്യരുടെ സ്നേഹത്തിന് പരിമിതികൾ ഉണ്ട്. നമ്മൾ ബലഹീനരായി കഴിയുമ്പോൾ, എനിക്കറിയാം വിദേശങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ, മക്കളൊക്കെ അയർലൻഡിലാണ്, സ്കോട്ട്ലൻഡിലാണ്, അമേരിക്കയിലാണ്. അപ്പനെ ഭയങ്കര സിക്കായി, ഭയങ്കര രോഗിയായി തീർന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് വളരെ ബുദ്ധിമുട്ടി ലീവ് എടുത്തു വന്നു. പാപ്പ ഇവിടെ വന്നു കഴിയുന്ന അവര് വിചാരിച്ചു മരിച്ചു അടക്കിയിട്ട് പോകാമെന്നാ വിചാരിച്ചത്. പക്ഷെ നടക്കൂ? അവർ പ്രാർത്ഥിക്കും, കർത്താവേ ദൈവത്തിന്റെ ഹിതം അങ്ങ് നിറവേറ്റണേ. അത്രയൊക്കെയുള്ളൂ മനുഷ്യരുടെ സ്നേഹം. പക്ഷേ ഒരിക്കലും ഉറവിടം വറ്റിപ്പോകാത്ത ഒരു സ്നേഹം ഉറവിടമുണ്ടെങ്കിൽ ഏതാണത്? ദൈവം സ്നേഹം ആകുന്നു. എന്നിട്ട് അവിടെ തന്നെ പറയാ, 1 യോഹന്നാൻ 4:7 ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹം ജനനം കൊടുക്കുന്നതാണെന്നാ. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഉറവിടം എവിടെയാണ്? ദൈവമാ. അപ്പൊ ആ ദൈവത്തിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്നേഹം ഇഗ്നൈറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യുന്ന അവിടെ പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചോ, കേട്ടോണ്ട് ആളുകൾ. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കാത്തവനോ ഭാര്യ സ്നേഹമില്ല. ഇങ്ങനെ സർവ്വസമയവും AK-47 വെച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. വന്ന് കേറുന്നതിനും വേറെ അപ്പന്മാരുടെ പ്രത്യേകതയാ. എന്ത് കുറ്റം ഉണ്ടെന്നാ ഇങ്ങോട്ട് വന്ന് കേറുക, എന്നിട്ട് മൈക്രോസ്കോപ്പും വെച്ചോണ്ടാ ഇങ്ങോട്ട് വന്ന് കയറുന്നത്. വന്ന് കയറി കഴിഞ്ഞാൽ എന്താടി ഇത്ര നേരമൊന്നും ആയിട്ടില്ലേ, എന്താടാ പഠിച്ചില്ലേ, അങ്ങ് ഷൗട്ടിങ്ങാ. അതുകൊണ്ടായി ഭാര്യയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് പറഞ്ഞ് ദാണ്ട വരുന്നുണ്ടാ കിടുവാ.
നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ കുടുംബം, പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഹിറ്റ്ലർ വരുന്നത് പോലെയാ. ചില ആളുകളൊക്കെ ഹിറ്റ്ലർ മോഡലില്ല. അപ്പോൾ ഇവിടെ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പൊ ദൈവത്തിൽ സ്നേഹിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചെന്നാണോ? ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ചില ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതെല്ലാം ഫയർ ചെയ്യുക, കുറ്റപ്പെടുത്തുക, വഴക്ക് പറയുക. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നീട് അടുത്തതും കൂടെ പറഞ്ഞോ. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം സ്നേഹിക്കുക എന്ന് പറഞ്ഞ് എവിടുന്നാ കിട്ടുന്നത്? അതിന്റെ ഉറവിടം എവിടുന്നാ? അത് ദൈവത്തിൽ നിന്നാ വരുന്നത്. സ്നേഹിക്കാനുള്ള കഴിവ് എവിടുന്നാ കിട്ടുന്നത്? അതും ദൈവത്തിൽ നിന്നാ. ഞാൻ സാറിന് പറയുന്ന കാറിന്റെ ഇഗ്നീഷ്യൻ ഉണ്ട്. പഴയ കാലത്ത് ഈ താക്കോലൊക്കെ ഇട്ടാണ് കാർ തുറക്കുന്നത്. ഇപ്പൊ വെറുതെ തൊട്ടാ മതി. ഈ ഇഗ്നീഷ്യൻ അങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് ഫയറാ, അതിനകത്ത് പെട്രോൾ കത്തുന്നു. ഇതിന്റെ എഞ്ചിനകത്തെ പെട്രോൾ കത്തുന്നു, അല്ലെങ്കിൽ അതിന് ഡീസൽ ഇഗ്നൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ സ്നേഹം അങ്ങോട്ട് വന്നാലേ നമ്മളെ സ്നേഹിക്കാനായിട്ട് നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് നിർബന്ധിക്കും, കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാനായിട്ട് നിർബന്ധിക്കും, ദരിദ്രരെ സ്നേഹിക്കാനായിട്ട് നിർബന്ധിക്കും, പാവപ്പെട്ടവരെ സ്നേഹിക്കാനായിട്ട് നിർബന്ധിക്കും, അയൽക്കാരെ സ്നേഹിക്കാനായിട്ട് നിർബന്ധിക്കും. ദൈവത്തിന്റെ സ്നേഹം അത് ദൈവത്തിൽ നിന്ന് വരുന്നു. അത് നമ്മളെ സ്നേഹമുള്ളവരെ ആക്കുന്നു. ദാറ്റ് ഡ്രൈവ്സ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങളെല്ലാം നയിക്കുന്ന ശക്തി എന്തായിരിക്കും എന്നറിയാം കുടുംബത്തില്? അതെ, ദൈവത്തിന്റെ സ്നേഹമായി. ഇറ്റ് എനേബിൾസ് us to love. മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള വലിയ പ്രാപ്തിയാണ് നൽകുന്നത്. ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദൈവമാണ് സ്നേഹത്തിന്റെ ഉറവിടം. രണ്ടാമത്തത് പറയുന്നത്, അതെ, ആദ്യം ഞാൻ പറഞ്ഞത് ദൈവം സ്നേഹമാണ്. രണ്ടാമത്തത് ദൈവം സ്നേഹത്തിന്റെ ഉറവിടമാണ്. മൂന്നാമതൊരു രണ്ട് കൊച്ചു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രധാനപ്പെട്ടതിനകത്തേക്ക് മടങ്ങി വരും. ഈ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അമേസിംഗ്, ആശ്ചര്യമായ സ്നേഹമാ. എന്താ ഈ പറയുന്നത്? അസാധാരണ ആരും ചെയ്യാത്ത തരത്തിലുള്ള സ്നേഹമാ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6, 7, 8, 9 വാക്യങ്ങള് അവിടെ ഞാൻ തന്നെ പറഞ്ഞു കൊള്ളാം. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ച സ്നേഹമാ. എന്ത് ബലഹീനതയാ? പാപത്തെ അതിജീവിക്കാനായിട്ട് നമ്മൾക്ക് കഴിയത്തില്ല, നല്ല ജീവിതം ജീവിക്കാനായിട്ട് കഴിയത്തില്ല, നമുക്ക് ന്യായപ്രമാണം അനുസരിച്ച് നടക്കാനായിട്ടുള്ള ശക്തിയില്ല. നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചതായ ദൈവമാണ്. രണ്ടാമത്തത് 5:6 പറയാ, അഭക്തരായിരിക്കുമ്പോൾ. അഭക്തരെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അൺഗോഡ്ലി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവം ഇല്ലാത്തവനെ ഇഷ്ടം പോലെ അവന് തോന്നിയ മാതിരിയൊക്കെ ചെയ്യും. ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായിട്ടുള്ളതൊക്കെ പറയാം. അൺഗോഡ്ലി, വേണ്ടാത്ത വഴികളിൽ നടക്കുക, നിർമ്മലതയില്ലാത്ത ജീവിതം, അശുദ്ധമായ ജീവിതം, അസന്മാർഗീയമായ ജീവിതം, മോഷണം, തെറി പറയുക, അടിക്കുക, ആക്രമിക്കുക, ഇതിന് പറയല്ല അൺഗോഡ്ലി. ദൈവത്തെ ഒരു പേടിയില്ലാത്തതാ. പക്ഷെ ദൈവം സ്നേഹിച്ച എപ്പോഴാണ്? നമ്മൾ ഭക്തരായിരിക്കുമ്പോൾ. മൂന്നാമത്തെ 5:8 പറയുകയാണ്, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ. അതെ, നല്ലവരെ ആരെങ്കിലും ഒക്കെ സ്നേഹിക്കാരും, പക്ഷെ പാപികളെ ആരെങ്കിലും സ്നേഹിക്കുമോ? അതെ, ആരെങ്കിലും മറ്റുള്ള ഒരാൾക്കാർ, അതേ റോമർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കും, പക്ഷേ പാപിക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? മോശമായൊരു ഒരാളിന് വേണ്ടി നമ്മൾ ഇടനിക്കാൻ പോവുമോ? പോകത്തില്ല. പക്ഷെ അവിടെ പറയുന്നത് പാപികളായിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ചു. അവിടെ പറയുന്ന നാലാമത്തെ ഒരു കാര്യമുണ്ട്, 5:9, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും എന്നാലും അവന്റെ വഴികളെ നമ്മൾ ലംഘിച്ച ഇഷ്ടമുള്ളതുപോലെ ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം ശത്രുക്കളായിരുന്നപ്പോൾ സ്നേഹിച്ചു. അർഹരല്ലാത്തവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിന്റെ ആശ്ചര്യമായ ഈ മഹാ സ്നേഹം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്തതിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകട്ടെ. പുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സിംബൽ എവിടെയാണെന്ന് അറിയാം? ഇറ്റ് ഈസ് ദ ക്രോസ്. ക്രൂശാ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീകം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിച്ചു, എത്ര ആഴമായിട്ട് സ്നേഹിച്ചു, അതിന്റെ നീളം എന്താ, അതിന്റെ ഉയരം എന്താ, അതിന്റെ വീഴ്ച എന്താ, അവിടെ നിന്നാണ് നമ്മൾ ഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് പുത്രനെ തന്നുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വേണ്ടി പ്രത്യക്ഷമായി. എന്താണ്? ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹത്തിന്റെ ഉറവിടമാണ്. ആ സ്നേഹം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾക്ക് പ്രാപ്തി ലഭിക്കുന്നു. പിന്നെ ഈ സ്നേഹം എന്ന് പറഞ്ഞത് അനർഹരായിട്ടുള്ള ആളുകൾക്ക് നൽകുന്നതാണ്. അത് പുത്രനെ പോലും നൽകി തന്ന് സ്നേഹിക്കുന്നതായ സ്നേഹമാണ്. ഇത് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേദഭാഗത്തേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരട്ടെ.
അവിടെ പറയാണ്, ആദ്യത്തെ പദപ്രയോഗം എന്താണ്? ബിഹോൾഡ്. എന്താ പറയുന്നതിന്റെ അർത്ഥം? ബിഹോൾഡ്, കാൺമീൻ. ചില പദപ്രയോഗങ്ങൾ ഞാൻ പറയട്ടെ, ഇതെന്തിനാണെന്നറിയോ? നമ്മുടെ മനസ്സിൽ അത് സംഭവിക്കണം. ടേക്ക് നോട്ടീസ്. നമ്മളൊക്കെ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്നതിന് എന്തെല്ലാം കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ടോ? പക്ഷെ ആനപ്പുറത്തൊരാൾ പോകുമ്പോഴോ നമ്മൾ നോക്കിയിരിക്കുക. ഒരു ബസ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാ, ആളുകളൊക്കെ നിലവിളിക്കുന്നു. ശ്രദ്ധിക്കുമോ? ശ്രദ്ധിക്കും അല്ലേ? അപ്പൊ നമ്മള് അസാധാരണമായ കാഴ്ച കാണുമ്പോൾ യു ടേക്ക് നോട്ടീസ്. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് നോക്കും. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ ശ്രദ്ധിച്ചൊന്ന് നോക്കൂ. തീർന്നിട്ടില്ല. കൺസിഡർ, പരിഗണിക്കാനാ. എന്ത് കൺസിഡർ ചെയ്യാന്ന് പറയുന്നത്? വളരെ നിസ്സാരമായിട്ട് അത് കാണണ്ട. ഗൗരവത്തോടു കൂടെ അതിനെക്കുറിച്ച് ചിന്തിച്ച്, മനസ്സിൽ അതിനെക്കുറിച്ച് ധ്യാനിച്ച്, അതിനെക്കുറിച്ച് ആഴമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് പറയുന്ന കൺസിഡർ. വെറുതെ കുരിശെന്നും പറഞ്ഞ് വെറുതെ പോകണ്ട. അതിന്റെ അടുക്കൽ വന്നിട്ട് ഇതിന്റെ ആഴം എന്താണെന്ന് കൺസിഡർ ചെയ്യണം. വെറുതെ ക്രൂശ് എന്ന് പറഞ്ഞ് വിട്ടാൽ പോരാ. അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ അതിന്റെ ആഴം നമ്മൾ കൺസിഡർ ചെയ്യണം. എന്താ അതിന്റെ ആഴം? എന്താ? ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധമാണല്ലോ, എനിക്ക് തന്ന ദൈവത്തിന്റെ കരുതലാണല്ലോ, എന്റെ പാപത്തെ എല്ലാം വഹിച്ച ഇടമാണല്ലോ, എനിക്ക് വേണ്ടി ശാപമായി തീർന്നതാണല്ലോ, എന്റെ ശിക്ഷ അവന് ഏറ്റെടുത്തതാണല്ലോ. കൺസിഡർ ഇറ്റ്. അത് കൺസിഡർ ചെയ്യണം. നിസ്സാരമായി ദൈവത്തിന്റെ സ്നേഹത്തെ ലാഘവ ബുദ്ധിയോടുകൂടി കാണണ്ട എന്ന, നിസ്സാരമായിട്ട് കാണണ്ട. കൺസിഡർ ഇറ്റ്, ലുക്ക് വിത്ത് വണ്ടർ. അതിന്റെ അർത്ഥം എന്താ? അത്ഭുതത്തോടു കൂടി നമ്മള്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോ ഇതിനകത്തൊരു പ്രതികരണം ഉണ്ടാക്കണമെന്നാ. എന്ത് പ്രതികരണമാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് യേശു കർത്താവിനെ ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾ കണ്ടാൽ ആണിപ്പഴുതുള്ള കൈകളുമായിട്ട് അവനിവിടെ പ്രത്യക്ഷമാകുക, എന്തായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? അയ്യോ, ഭൂതമാണെന്ന് പറയോ? എന്തുമായിരിക്കും സംഭവിക്കുന്നത്? എന്തുമായിരിക്കും ചെയ്യുന്നത്? എന്റെ കർത്താവിനെ ചെന്ന്, അയ്യോ, നേരെ ചെന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തത്തില്ലേ? എന്റെ കർത്താവോ, അയ്യോ, ഉയർത്തെഴുന്നേറ്റ് വന്നോ, മരിച്ചിട്ട് 3-ാമത്തെ ദിവസം. ഇതെന്തൊരു ആശ്ചര്യമാ! ഇതിനകത്തൊരു വികാരം കൊള്ളിക്കുന്നതാ, ഇതിനകത്തൊരു സ്നേഹം കൊള്ളിക്കുന്നതാ, ഇതിനകത്തൊരു ആശ്ചര്യം ഉണ്ടാക്കുന്നതാ. അതാ പറഞ്ഞ കം, ബിഹോൾഡ്, 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 ബി അസ്റ്റോണിഷ്ഡ്. അതിശയിച്ച് കിണകം നിന്ന് പോവുക. കണ്ടപ്പോ അങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ടോ ഇത്രയും നാള്? യേശു കർത്താവിന്റെ ക്രൂശ് കണ്ടിട്ട് ഷോക്കടിച്ചതുപോലെ നിൽക്കുക. ലാഘവ ബുദ്ധിയോടുകൂടി ദൈവത്തിന്റെ സ്നേഹത്തെ കാണണ്ട, നിസ്സാരമായി കാണണ്ട. അത്ര വില കൊടുത്തതാ, പുത്രന്റെ ജീവൻ തന്നതാ. യേശു കർത്താവിന്റെ ക്രൂശിനെ കുറിച്ച് പറയുന്നത്, അവൻ ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവനെ ആളുകൾ കണ്ടിട്ട് മുഖം തിരിച്ചുപോയി. വായിച്ചിട്ടുണ്ടോ? They turned their face away from him. എന്തിനായിരിക്കും മുഖം തിരിച്ചു പോയത്? ഇത് കാണാൻ വയ്യല്ലേ? നിങ്ങളോട് ഞാൻ പറയട്ടെ, ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് അവന്റെ നഗ്നത വറയ്ക്കുന്ന വസ്ത്രം പോലും ഇല്ലായിരുന്ന. കേട്ടിട്ടുണ്ടോ വ്യാഖ്യാനം? എന്റെ കർത്താവ് നഗ്നനായിട്ട് അവിടെ കിടക്കുക, അവന്റെ മുഖം രോമം മുഴുവൻ പിഴുതെടുത്തതാ, അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചിരിക്കുകയാ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതെ, അവിടെ നിന്നൊറ്റ ശബ്ദം, ഇവർ ചെയ്യുന്നത് ഇന്നറിയാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലാഘവത്തോടു കൂടി സ്നേഹത്തെ കാണണ്ട. ഇംഗ്ലീഷിൽ പറയും ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ്. ഓ, ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ടത് കാര്യം റേഷൻ മോദി തരുന്നു, അല്ലെ പിണറായി തരുന്നു. അതല്ലിത്. വളരെ വില കൊടുത്തൊരു സ്നേഹമാണ്. അതെ, അനുഗ്രഹത്തിന്റെ ഉറവിടമായിരുന്നവൻ ശാപമായി തീർന്നതാ. പാപമറിയാത്തവൻ പാപമാക്കപ്പെട്ടതാ. ദൈവസ്വരൂപത്തിൽ ഇരിക്കുന്നവൻ അതെ, അത് വേണ്ട എന്ന് വെച്ച് ദാസരൂപമെടുത്തതാ. വേഷത്തിൽ മനുഷ്യനായി തീർന്നതാ, അനുസരണമുള്ളവനായി തീർന്നതാ.
ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ ഓർമ്മയുണ്ടോ? ഗതസമനത്തോട്ടത്തിൽ കിടന്ന് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം. കർത്താവിന് അത്ര സഹിക്കാൻ കഴിയാത്തതായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും കൂടെ പാപം അവന്റെ മേൽ ചുമത്തിയപ്പോൾ, നിഷ്കളങ്ക കുഞ്ഞാടിന്റെ മുകളിൽ ചുമത്തിയപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ എനിക്കിതെല്ലാം കൂടി താങ്ങാനുള്ള കെൽപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും പറഞ്ഞെങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. ഞാനവിടെ സ്നേഹത്തിന്റെ ആഴമാ കാണുന്നത്. നമ്മളെ നോക്കിയപ്പോൾ കർത്താവ് പറഞ്ഞു, വേണ്ട, കുഴപ്പമില്ല, ഞാനത് സഹിച്ചോളാം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. അവന്റെ സ്നേഹത്തെ ലാഘവത്തോടുകൂടി കാണണ്ട, നിസ്സാരമായി കാണണ്ട. കൺസിഡർ ഇറ്റ്, ടേക്ക് നോട്ടീസ്, ലുക്ക് വിത്ത് വണ്ടർ, ബി അസ്റ്റോണിഷ്ഡ്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ എക്സിബിഷനിലാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എവിടെയാണെന്നറിയാമോ? ദൈവത്തിന്റെ സ്നേഹം പ്രത്യക്ഷമായത് എവിടെയാ? കാൽവറി ക്രൂശില്. എത്രയോ അതുല്യമായ സ്നേഹമാണത്. ഞാൻ ആ സ്നേഹത്തെ ചില വാക്കുകൾ ഇനിയും വിവരിക്കാൻ പോവാ. വാട്ട് എ മാച്ച്ലെസ് ലവ്. ഉപമിക്കാനൊക്കെ അവന്റെ സ്നേഹത്തെ വല്ലത്തിനോടും? നിങ്ങൾ പറഞ്ഞോ, ഏതെങ്കിലും മനുഷ്യരുടെ സ്നേഹത്തോട് ഉപമിക്കാൻ കഴിയുമോ? അനുപമ, മാച്ച്ലെസ് ലവ്. കം ആൻഡ് മെഷർ ഇറ്റ്. നിങ്ങൾ വരൂ, അളന്ന് ശ്രമിച്ചു നോക്കൂ. ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാം. കം ആൻഡ് മെഷർ ഇറ്റ്. ദൈവത്തിന്റെ സ്നേഹമൊന്ന് അളക്കാൻ ഒക്കുമോ? കഴിയത്തില്ല. Come, gaze into the fiery depth of God's love. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് ഉയരുന്ന ആ അഗ്നിയിലേക്ക് നിങ്ങളൊന്ന് തുറച്ചു നോക്കണം. Look at the cross. ക്രൂശിലേക്ക് നോക്കൂ. നിങ്ങളുടെ പാപം കൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ കെടുത്താൻ കഴിയത്തില്ല. By your sin you cannot quench the love of God. നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിക്കകത്ത് വെള്ളമൊഴിച്ചാൽ കെട്ടുപോകുമല്ലേ? പക്ഷേ നമ്മൾ പറയുന്ന നമ്മുടെ പാപം കൊണ്ട് അവന്റെ സ്നേഹം കെട്ടുപോകുകയില്ല. നമ്മൾ പറയുന്ന ഷോർട്ട് കമ്മിങ്സ്, ബലഹീനത സംഭവിച്ചെന്ന, that will not put off his love. അവന്റെ സ്നേഹത്തെ അത് കെടുത്തുവാൻ കഴിയത്തില്ല. It is not put off by your evil. നിങ്ങളുടെ തിന്മ കൊണ്ട് കെടുത്തിക്കളയുന്നതല്ല. കെടുത്തുക എന്നുള്ളതിന് വേറെ മലയാള പദപ്രയോഗമുണ്ടോ? പുട്ട് ഓഫ്. വിളക്ക് കെടുത്തുന്നതിന് പറയാറുണ്ട് പുട്ട് ഓഫ് ദ ലൈറ്റ്. ഇതങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയാത്തൊരു സ്നേഹമായത്. It is stronger than your sin. നമ്മുടെ പാപം ഭയങ്കര ശക്തമല്ലേ? രക്താംബരം പോലെ കടിഞ്ഞുവപ്പ. പക്ഷെ അതിനേക്കാൾ ശക്തമാ ദൈവത്തിന്റെ സ്നേഹം. അതിനേക്കാൾ ബലമുള്ളതാ ദൈവത്തിന്റെ സ്നേഹം. It is stronger than death. മരണത്തെക്കാൾ ബലമുള്ളതാ. പൗലോസ് അതുകൊണ്ടാ പറയുന്നത്, മരണത്തിന് പോലും എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ തന്നെ വേർപെടുത്തുവാൻ കഴിയുമോ? കഴിയത്തില്ല. It is boundless. ഞാനത് ആവർത്തിക്കുകയാ. അതിരുകളില്ലാത്തതാ. It is endless. അവസാനമില്ലാത്തതാ. It is immeasurable. അളന്നു തീർക്കാൻ കഴിയാത്തതാ. എന്തൊരു സ്നേഹമാണത്! Behold what manner of love എന്ന, what kind of love എന്ന. വെറുതെ ദൈവസ്നേഹം എന്നല്ല, ഇത് എന്ത് തരത്തിലുള്ള സ്നേഹമാണെന്നാ. Behold what manner of love. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. Behold what kind of love. അയ്യോ, ഇത് എന്തൊരു സ്നേഹമാ! കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് തരത്തിലുള്ള സ്നേഹമാണെന്നാ.
ഇതെന്ത് തരത്തിലുള്ള സ്നേഹമാണിത്? കൺസിഡർ ചെയ്യാമോ? പരിഗണിക്കാമോ? ഒന്നുകൂടെ ഞാൻ വിവരിക്കാൻ പോവാ. അതിന്റെ ആഴത്തിലേക്ക് എത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, it is so condescending as to wash his own disciples' feet. സ്വന്തം ശിഷ്യന്മാരെ പാദത്തിൽ ചെളിയും പൊടിയുമായിട്ടിരിക്കുമ്പോൾ, അന്ത്യത്താഴത്തിലിരിക്കുമ്പോൾ ആരാണ് വലിയവര് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവർ പോകുന്ന വഴിയില് തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ അക്കാലത്ത് ഒരു വലിയ കൊട്ടാരത്തിൽ, വലിയ വീട്ടില് ആളുകൾ ക്ഷണിക്കപ്പെട്ടവർ വരുമ്പോൾ അതിന്റെ വാതിൽക്കൽ കൽപ്പാത്രത്തിനകത്ത് വെള്ളം വെച്ചിരിക്കും. സാധാരണഗതിയില് ശിഷ്യന്മാര് കഴുകാറില്ല, മക്കള് കഴുകാറില്ല, കുടുംബാംഗങ്ങൾ കഴുകാറില്ല. അതിന് പകരം അടിമകളാ ഈ പാദം കഴുകുന്നത്. അവര് വെള്ളമെടുത്ത് കാലിൽ ഒഴിച്ചു കൊടുക്കും. അന്ത്യ അത്താഴത്തിന് അവരിയ്ക്കുകയാണ്. എല്ലാവരും വന്നിരുന്നപ്പോൾ ആരും പാദം കഴുകിയിട്ടില്ല. എല്ലാവരും ഭക്ഷണത്തിനിരിക്കുകയാണ്. കർത്താവ് ഇത് കണ്ടിട്ട് അവനൊരു പാത്രം എടുത്തു, തോർത്തെടുത്ത് അരയിൽ ചുറ്റി അവന്റെ വസ്ത്രം മാറ്റിവെച്ചു. എന്ത് വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പുറത്തെ കോട്ട്. അവർക്ക് ഔട്ടർ ഗാർമെന്റ്സ് ഉണ്ടായിരുന്നു. പുറത്തിടുന്ന ഉടുപ്പുണ്ടായിരുന്നു, അകത്തിടുന്ന ഉടുപ്പുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം അവന്റെ മഹത്വം എടുത്ത് അവൻ മാറ്റിവെച്ചെന്ന. ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുന്ന മഹത്വം ഉണ്ടല്ലോ, അത് ഉരിഞ്ഞു വെച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. സിംബോളിക്കാ അവിടെ കാണുന്നത്, പ്രതീകാത്മകമായിട്ടാ. അത് കഴിഞ്ഞവർ എന്ത് ചെയ്തു? പാത്രത്തിനകത്ത് വെള്ളമൊഴിച്ചു. ഓ, ബാക്കി എനിക്ക് ചിന്തിക്കുന്ന എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് സങ്കടവും കരച്ചിലും എല്ലാം കൂടെ വരും. എന്നാന്നറിയോ ഗുരു എന്ത് ചെയ്തെന്നറിയോ? ഓരോ ശിഷ്യന്റെയും, നമ്മളൊക്കെ വിചാരിക്കുന്ന ഈ മേശപ്പുറത്തൊന്നും അല്ല, തീരെ താണ ഒരു തരം മേശയുണ്ട്. ആ മേശയുടെ അടുക്കലത്തെ കാലിതെ പുറകിലേക്ക് ഇങ്ങനെ തിരിച്ചായിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കും അവര്, ഇങ്ങനെ ആയിരിക്കുന്നത്. കാലിതെ ഇങ്ങനെ പുറകിലേക്ക് ഇരിക്കും. അങ്ങനെയാണ് നെഞ്ചോട് ചാഞ്ഞു എന്ന് പറയുന്നത്. അങ്ങനെ പുറകിലേക്ക് വെച്ച കാലുകള് യേശു കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ഓരോരുത്തരുടെയും കാലുകൾ അവന്റെ കയ്യിലെടുത്തു. ഈ പ്രപഞ്ചം മുഴുവൻ വഹിക്കുന്നവൻ അവരുടെ അഴുക്ക് കാലുകൾ അവന്റെ കയ്യിലേക്ക് എടുത്തു. അവരുടെ കാലിലേക്ക് വെള്ളം ഒഴിച്ചു. എന്റെ ചിന്തയിൽ കൈവച്ച് തിരുമ്മി കാണും കേട്ടോ. ചെളിയെല്ലാം ഇരിക്കുന്ന നഖത്തേലും കാലിലും ഒക്കെ. പിന്നെയും വെള്ളമൊഴിച്ചു, കഴുകി. പത്രോസ് അപ്പോഴും പറയുന്നു, കർത്താവേ നീ എന്നെ കഴുകത്തില്ല. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ അറിഞ്ഞിരിക്കണം, അവൻ നിന്നെ കഴുകിയിട്ടില്ലെങ്കിൽ, യേശു പറയുന്നത്, നിനക്കും എനിക്കും തമ്മിൽ യാതൊരു പങ്കും ഓഹരിയും ഇല്ല. ദൈവരാജ്യത്തിൽ ഒരു പങ്കാളിത്തമില്ല അവൻ നമ്മളെ കഴുകിയിട്ടില്ലെങ്കിൽ. പാപം കഴുകിയിട്ടില്ലെങ്കിൽ ഒരു പങ്കാളിത്തം ദൈവരാജ്യത്തിൽ ഇല്ലെന്നറിയണം. അവൻ അത് കഴിഞ്ഞിട്ട് തോർത്ത് വെച്ചവന് കാലുകള് തുടച്ചു. ബാക്കി എന്റെ സങ്കല്പം, ഓരോരുത്തരുടെയും പാദത്തിൽ കർത്താവ് ഒരു ചുംബനവും കൂടി കൊടുത്തുകയാണ്. എന്തൊരു സ്നേഹം! ഇത്ര താഴോട്ട് ഇറങ്ങി വരുന്ന സ്നേഹമോ! നമ്മുടെ പാപം എത്ര ആഴമായിരുന്നാലും, എത്ര നിറഞ്ഞിരുന്നാലും അവൻ എത്ര ഇറങ്ങി വരുമെന്നറിയാം. നമ്മൾ എത്രയും കുഴിയിലേക്ക് ഇറങ്ങിപ്പോകും, അവിടേക്ക് അവൻ ഇറങ്ങി വരുന്ന സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. കർത്താവിന് സ്തോത്രം. ഇറ്റ് ഈസ് സോ ഡീപ്, ഇറ്റ് ഈസ് സോ കോൺഡിസെൻഡിങ്. അവന്റെ ഒരു മഹത്വം പദവിയും ഒന്നും ചിന്തിക്കാതെ താഴോട്ടിറങ്ങി വരുന്നതാ. നമ്മളെ സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത് അത്ര വലിയ സ്നേഹമാണ്. ഇറ്റ് ഈസ് മോസ്റ്റ് ടെൻഡർ ലവ്. ഇത്രയും മൃദുലതയുള്ള ഒരു സ്നേഹം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പത്രോസ് പറഞ്ഞു, എനിക്കവനെ അറിഞ്ഞുകൂടാ. ശപിച്ചു എന്നാ, എന്ത് പ്രാഗിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പത്രോസും യോഹന്നാനൊക്കെ പറഞ്ഞു, ഞങ്ങൾ പോവാ, പഴയ ജോലിക്ക് പോവാന്ന് പറഞ്ഞു. മീൻ പിടിക്കാൻ പോയി.
കർത്താവ് കരയിൽ വന്നു നിന്ന് ചോദിക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും? യേശുവിനെ ശപിച്ചു, യേശുവിനെ തള്ളി പറഞ്ഞു. കുഞ്ഞുങ്ങളെ, പീഡിയാട്രീഷ്യൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പീഡിയാട്രീഷ്യൻ എന്ന് പറയുന്ന പൈഡിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തില്ല, തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിളിക്കുന്ന പദമാണ് പൈഡിയ. കർത്താവരെ വിളിച്ചെന്താ? കുഞ്ഞുങ്ങളെ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയൊക്കെ പരാജയം വന്നിട്ടും പിന്നെയും വിളിക്കുന്നത് എന്തുവാ? കുഞ്ഞുങ്ങളെ. തള്ളിക്കളഞ്ഞവനെ തള്ളിക്കളഞ്ഞോ? എന്തൊരു ഭയങ്കര സ്നേഹമാണ്. The most tender love, the most kind and patient. ഈ കർത്താവിന് എന്തൊരു ദയയാണെന്നറിയോ, എന്തൊരു സഹിഷ്ണുതയാ. ഒരിക്കൽ കർത്താവിന് സഹിക്കാൻ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട്, സാത്താനെ നീ എന്നെ വിട്ട. ആരോടാ പറഞ്ഞേ? ഒരിക്കൽ കർത്താവ് പറയാ, മന്ദബുദ്ധികളെ, എടാ വിഡ്ഢികളെ. ഓർമ്മയുണ്ടോ? ഇല്ലേ? നമ്മളൊക്കെ ഈ കൂട്ടത്തിൽ വരുന്ന. അത്രയും നേരം സംസാരിച്ചിട്ടും കാര്യമൊന്നും മനസ്സിലായില്ല. പ്രവാചകന്മാരും സങ്കീർത്തനമൊക്കെ വായിച്ചിട്ട് ഇത്രയും നാളായിട്ട് ഒരു വിവരം ഇല്ല. എന്നാ മന്ദബുദ്ധികളെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് എത്ര നാൾ സഹിക്കും? പക്ഷെ കർത്താവരെ തള്ളിക്കളഞ്ഞോ? സോ പേഷ്യന്റ്. എന്തൊരു സഹിഷ്ണുതയായത്! ഇതെന്തൊരു ദയ അവരോട് കാണിച്ചത്! ഞാൻ ചോദിക്കട്ടെ, അത്രയും ദയയും കരുണയും അണ്ടർസ്റ്റാൻഡിങ് ധരിക്കുന്നത് ആർക്കെങ്കിലും എവിടെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മോസ്റ്റ് ഫോർബെയറിങ്, ഏറ്റവും കൂടുതൽ ക്ഷമിച്ചത്. ഒരുത്തൻ ഒറ്റ കൊടുക്കാനായിട്ട് തീരുമാനിച്ച് 30 വെള്ളിക്കാശിൻ സഞ്ചിയിലിട്ടുണ്ടാ വന്നിരിക്കുന്നത്. അപ്പൊ കർത്താവ് ചോദിക്കുക, സ്നേഹിത, ഇവിടെ കള്ള, ശവിക്കപ്പെട്ടവനെ എന്നല്ല വിളിക്കുന്നത്. എന്താ? സ്നേഹിത. യേശു കർത്താവ് അപ്പക്കണ്ണം മുക്കിക്കൊടുത്ത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അന്ത്യത്താഴത്തില് ആർക്കാ അപ്പക്കണ്ണം മുക്കിക്കൊടുക്കുന്ന അറിയാം? യഹൂദന്മാരുടെ, നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർക്കാണ് അപ്പക്കണ്ണം മുക്കിക്കൊടുക്കുന്നത്. അധർമ്മം പെരുകിയെടുത്ത്, പാപം പെരുകിയെടുത്ത് ദൈവത്തിന്റെ കൃപയും അത്യന്തം പെരുകിയെന്ന. പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊന്നും അല്ലത്. പക്ഷെ എന്നാലും അവൻ അവിടെ എന്തൊരു കരുതലാണ് കാണിക്കുന്നത്, എന്തൊരു സ്നേഹമാണിത്. ദ മോസ്റ്റ് സാങ്ക്ടിഫൈ. ഇത്രയും വിശുദ്ധീകരിക്കുന്ന ഒരു സ്നേഹം വേറെ ഒന്നുമില്ല. അവന്റെ സ്നേഹമാണ് നമ്മളെ വിശുദ്ധീകരിച്ചത്. അവന്റെ സ്നേഹമാണ് കറുത്തിരുണ്ട പാടുകളുള്ള കുട്ടം പോലെ ഇരുന്ന പാപത്തെ അവന്റെ രക്തം കൊണ്ട് കഴുകിക്കളഞ്ഞത്. അതുകൊണ്ടാ. ഹല്ലേലൂയ. എന്തൊരു കഴുകല! എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മ, ഞാൻ രക്ഷിക്കപ്പെട്ട രാത്രിയിൽ പിന്നെയും പൊട്ടി പൊട്ടി കരഞ്ഞു, കർത്താവേ, ഐ എം സച്ച് എൻ അഗ്ലി സിന്നർ. മോശക്കാരനായ പാപിയ, എന്നോട് ക്ഷമിക്കുമോ? പൊട്ടി 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 കരഞ്ഞിട്ടേ അതിന്റെ അവസാനം എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്നറിയോ? എന്തൊരു ആശ്വാസമാ, എന്തൊരു സ്വസ്ഥതയാ, എന്തൊരു സമാധാനമാ, എന്തൊരു അർത്ഥമാ ജീവിതത്തിന്. മോസ്റ്റ് കംഫർട്ടിങ്. ഇത്രയും ആശ്വസിപ്പിക്കുന്ന സ്നേഹം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? യേശുവിന്റെ ക്രൂശീകരണമൊക്കെ കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെല്ലാം പേടിച്ച് വാതിലടച്ച് ഇരിക്കുക. എല്ലാവരും പേടിച്ചിരിക്കുക. ഒരാൾ അവിടെ പ്രത്യക്ഷമായത് ഓർമ്മയുണ്ടോ? പ്രത്യക്ഷമായിട്ട് അവരോട് പറഞ്ഞ എന്താ? നിങ്ങൾക്ക് എന്തൊരു കംഫർട്ടായത്! ഇതെന്തൊരു ആശ്വാസമായി സ്നേഹം തരുന്നത്! നമ്മളത് ആസ്വദിച്ചിട്ടുള്ള കുറച്ചു പേരെങ്കിലും ഒക്കെ കാണുമായിരിക്കും. മോസ്റ്റ് സാക്രിഫിഷ്യൽ. ഇത്രയും ത്യാഗം അനുഭവിച്ച മറ്റൊരു സ്നേഹം ലോകത്തിലില്ല. കുരിശു ചുമന്ന് സ്നേഹിച്ച മറ്റൊരു സ്നേഹമില്ല. സ്വന്തം ജീവൻ കൊടുത്ത മറ്റൊരു സ്നേഹമില്ല. നമ്മുടെ എല്ലാവരുടെയും അകൃത്യഭാര യഹോവ അവന്റെ മേൽ ചുമത്തി. മോസ്റ്റ് എന്നോബ്ലിംഗ്
നമ്മളെയൊക്കെ കുലീനന്മാരാക്കിയ സ്നേഹം. പിച്ചക്കാരെ പോലെ നടക്കുമായിരുന്നു. നിങ്ങളൊക്കെ പിശാചെന്ന പിതാവിന്റെ മക്കള് എന്ന് പറഞ്ഞവരെ ഇപ്പൊ എന്തെന്നറിയാം, കാൺമീൻ നമ്മളെയൊക്കെ കുലീനന്മാരെ നോബിളാക്കുന്നത്, മോസ്റ്റ് എന്നോബ്ലിങ് അസ് സൺസ്, പുത്രന്മാരായിട്ടുള്ള പദവി തന്ന കുലീനത തരുന്നാടൊരു സ്നേഹമാണത്. മോസ്റ്റ് എൻറിച്ചിങ്. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്താണെന്ന് അറിയണം. സ്നേഹം ഒന്ന് വിവരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുക, വേറെ ഒന്നും വ്യാഖ്യാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. മോസ്റ്റ് എൻറിച്ചിങ്, അതിനർത്ഥം എന്താ? സമ്പന്നനായിരുന്നവൻ ദരിദ്രനായി തീർന്ന കൃപ. എന്തിനാ? ദരിദ്രരായിരുന്ന നമ്മളെ സമ്പന്നരാക്കാൻ. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും ക്രിസ്തയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെപ്പോലെ സമ്പന്നരാരെങ്കിലും ഉണ്ടോ ലോകത്തില്? ചിന്തിച്ചിട്ടില്ലായിരിക്കും അല്ലേ? നമ്മൾ വിചാരിക്കുന്ന ബാങ്കിൽ ഇനി എത്രയുണ്ടെന്ന അല്ലേ? നമ്മളെപ്പോലെ നമ്മളെ സമ്പന്നരാക്കിയത് എന്താണ്? അവന്റെ സ്നേഹമാ. മോസ്റ്റ് എക്സോൾട്ടിങ്. നമ്മളെയൊക്കെ ഉയർത്തിയതാ. എവിടെ വരെ ഉയർത്തിയെന്ന് അറിയാമോ? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക, അവന്റെ കൂടെ ഇരുത്തിരിക്കുക, അവന്റെ കൂട്ടുവേലക്കാരാക്കിയിരിക്കുക. എന്താ കുലീനതയാ! മോസ്റ്റ് എക്സോൾട്ടിങ്, മോസ്റ്റ് ബ്യൂട്ടിഫിങ്. നമ്മളെയൊക്കെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആക്കിയിരിക്കുക. കുഷ്ഠരോഗിയുടെ അകത്തും അവൻ സൗന്ദര്യം കണ്ടെത്താൻ കഴിയും യേശു കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോൾ. വികലാംഗനും അവിടെയുണ്ട് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ. ഈ കാണുന്ന ശരീരത്തിന് അപ്പുറത്തൊരു സൗന്ദര്യം അവൻ തിരിച്ചറിയാൻ കഴിയുകയാ. കർത്താവിന് സ്തോത്രം. ഇതെന്തൊരു സ്നേഹമാ! എന്തിനായി സ്നേഹം തന്നത് നിങ്ങൾ പറയാമോ? എന്തിന് ഇത്രയും വലിയ സ്നേഹം തന്നത് നമ്മൾ പറയാമോ? എന്തിനായിരിക്കും ഇത്രയും വലിയ സ്നേഹം തന്നത്? എന്തിനായിരിക്കും? ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നിട്ട് പറഞ്ഞേ. നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന്, ദാറ്റ് വി മേ ബി അക്കൗണ്ടഡ് എന്ന, മക്കളായിട്ട് കണക്കാക്കപ്പെടാൻ. മക്കളല്ല നമ്മള്. പിച്ചക്കാരെ പോലുള്ളവരാ, അന്യരാ, പരദേശികളാ, പുറത്തുള്ളവരാ, ശത്രുക്കളാ, പാപികളാ, ബലഹീനരാ. പക്ഷേ ദൈവത്തിന്റെ മക്കള് ആയിട്ട് വിളിക്കപ്പെടുന്ന ഇംഗ്ലീഷ് ഇൻ ഓർഡർ ദാറ്റ്. സ്നേഹം തന്നിരിക്കുന്നത് എന്തിനാ? ഇൻ ഓർഡർ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദാറ്റ് യു മേ ബി. ദാറ്റ് എന്ന് പറഞ്ഞ അർത്ഥത്തിന് വാക്കിന് വലിയ അർത്ഥമാണ്. ദാറ്റ് യു മേ ബി കോൾഡ് അസ്. അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ ആ സ്നേഹം നൽകിയിരിക്കുന്നത്. നമ്മളെ മക്കളായിട്ട് ഇനി മുതൽ ട്രീറ്റ് ചെയ്യാൻ, കുലീനന്മാരായിട്ട് ട്രീറ്റ് ചെയ്യാൻ. പിച്ചക്കാരല്ല നിങ്ങള്, ഞാനും. എനിക്ക് ആരുമില്ല, ഞാൻ അനാഥയാ. ഇനി മേല പറഞ്ഞേക്കരുത്. കച്ചിത്തിരി എനിക്ക് ദൈവം അല്ലാതെ വേറെ ആരുമില്ല, മേല പറയരുത്. ദൈവം കച്ചിത്തിരുമ്പൊന്നുമല്ല, ദൈവമാണ് ഫൗണ്ടേഷൻ, ദൈവമാണ് ബലം, ദൈവമാണ് ഉറവിടം. നമ്മുടെ ദൈവത്തെ എന്തിനാ അത്ര കൊച്ചാക്കുന്നത്? നമ്മുടെ ദൈവം വലിയ ദൈവമാ, മഹാനായ ദൈവമാ, ദൈവാദി ദൈവമാ, കർത്താദി കർത്താവാ, രാജാദി രാജാവാ. മക്കളാകാത്ത ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി അസൂയ വരും മറ്റുള്ളവരോടൊക്കെ, ഇല്ലേ? ഇതെങ്ങനെയാ മക്കളെ ദൈവത്തിന്റെ മക്കളായി തീരുന്നത്? എങ്ങനെയാ നിങ്ങൾ പറയാമോ? എങ്ങനെയാണ് മക്കളായി തീരുന്നത്, ദൈവത്തിന്റെ മക്കളായി തീരുന്നത്? എങ്ങനെയാ? അയ്യോ, ഇവർക്ക് അറിഞ്ഞൂടാ. ഈ കുട്ടികളെന്ന് പറയാം ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. എന്താ കുഞ്ഞെ? പ്രാർത്ഥിക്കണോ? കണ്ട ഒരാളെങ്കിലും തിയോളജി അറിയാവുന്ന ഒരാളുണ്ടല്ലേ? ബൈബിൾ അറിയാവുന്ന ഇതേ വചനം ആരുടെയെങ്കിലും ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കൈ ഉയർത്തിക്കേ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നവരൊക്കെ കൈ ഉയർത്തണം. ഇനി വരാത്തവരും കൂടെ കൈ ഉയർത്തിട്ട് സ്തോത്രം ചെയ്താട്ടെ. ഇനി മേലാല് എങ്ങനെയാ ദൈവത്തിന് മക്കളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം ഉത്തരം ഉണ്ടായിരിക്കണം. ഇതെന്താണത് ചെയ്യണത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അതിനടുത്ത വാക്യം, അവൻ സ്വന്തമായതിലേക്ക് വന്നു. സ്വന്തമായവരെല്ലാം കൂടെ എന്തോ ചെയ്ത്?
കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അവനെ ക്രൂശിക്കുകയും കൂടെ ചെയ്ത്. അവന് ഞങ്ങൾക്ക് വേണ്ടെന്നാ പറഞ്ഞത്. ബറബ്ബാസിനെ വിട്ടുതരൂ, യേശുവിനെ. അവര് കാണിച്ച പണി ഇതാ. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവര് തള്ളിക്കളഞ്ഞു എങ്കിൽ നമ്മൾ ഏറ്റുപറയുന്നത് എന്താണെന്ന് അറിയാമോ? യേശു എന്റെ കർത്താവാ, യേശു എന്റെ രക്ഷകനാ, യേശു ഞങ്ങളുടെ മശീഹായ. അതാ അവനെ കൈക്കൊള്ളുക. കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞ എന്താ? നിനക്ക് നീ ഒരു ദോഷവും, എന്തിനാ വെറുതെ ആത്മഹത്യ ചെയ്യുന്നത്? എന്ത് പ്രയോജനമാ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നമ്മൾ കേൾക്കുന്നുണ്ട് നിസ്സാരമാ. അന്ന് കർത്താവ് എന്ന് പറയുന്ന ഒറ്റ ഒരാളിനെ പറയാവുള്ളായിരുന്നു. അറിയാമോ നിങ്ങൾക്ക്? റോമൻ ചക്രവർത്തി, പ്രത്യേകിച്ച് അഗസ്റ്റസ് കൈസർ, കേട്ടിട്ടുണ്ടോ? അഗസ്തോസിന്റെ അദ്ദേഹത്തെ വിളിച്ചിരുന്ന ലോർഡ് എന്ന, കർത്താവെന്ന, എല്ലാത്തിന്റെ അധികാരിയാ, അത്ര വലിയ സാമ്രാജ്യമാ. അദ്ദേഹത്തെ വിളിച്ചിരുന്ന സോറ്റീർ എന്ന് പറഞ്ഞ രക്ഷകനെന്ന. മൂന്നാമത് അദ്ദേഹത്തെ വിളിച്ചിരുന്ന ദൈവമെന്ന. പല റോമൻ ചക്രവർത്തിമാരും ജനങ്ങൾ അവരെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഓർമ്മയുണ്ടോ? അതൊക്കെ കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും ചരിത്രത്തില്? അക്കാലത്ത് വേറൊരാളിനെ കർത്താവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകൊയ്യുന്ന പരിപാടിയത്. ഒരാള് എന്റെ കർത്താവാ, കൈസർ അല്ല എന്റെ കർത്താവ്, യേശു എന്റെ കർത്താവാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപകടത്തിലാ നിങ്ങള്. അതുകൊണ്ടാ അവനെ കേശു കർത്താവ് പറഞ്ഞല്ലോ, എന്നെ ഏറ്റു പറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റു പറയുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്റെ കർത്താവ് അവന്, അവന്റെ രക്ഷകനാ, അവനെന്റെ വീണ്ടെടുപ്പുകാരനാ, അവനെന്റെ എല്ലാമാ. വാ. എന്നാൽ ഇത്ര ഭയങ്കര ശക്തിയോ? അവനെ കൈക്കൊണ്ട്, അതിന് വലിയ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അവന്റെ നാമത്തിൽ, അവന്റെ നാമം എന്താണ്? യേശു ജനിച്ചപ്പോൾ അവന്റെ പേരിട്ട് എന്ത് പേര് കൊടുക്കണമെന്ന് പറഞ്ഞ് യേശു എന്ന്. എന്തുകൊണ്ടാ പേര് കൊടുത്തത്? തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന്. അവന്റെ നാമത്തിൽ, അവന്റെ നാമത്തിന് മുൻപിൽ സ്വർലോകരുടെ അതുപോലെ എല്ലാവരുടെയും മുഴങ്കാലും മടങ്ങും. അവൻ കർത്താവെന്ന, കൈസറല്ല, അവനാ കർത്താവ്. മരണത്തിന്റെ മുകളിൽ കർത്താവാണ് അവന്, രോഗത്തിന് മുകളിൽ അവൻ കർത്താവാണ്, അതേ ദാരിദ്ര്യത്തിന് മുകളിൽ അവൻ കർത്താവാണ്, എല്ലാറ്റിന്റെ മുകളിൽ കർത്താവാണെന്ന്. പിതാവിന്റെ മഹത്വത്തിനായിട്ട് നമ്മളെല്ലാവരും, നമ്മൾ അതുകൊണ്ട് നേരത്തെ ഏറ്റു പറഞ്ഞോണേ. അന്ന് പേടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ സ്നേഹത്തോടു കൂടിയായിരിക്കും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താ? അവനില്ല പൂർണ്ണമായിട്ടുള്ള ആശ്രയം. അവനെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത്, അവനെയാണ് വിശ്വസിക്കുന്നത്. കാൽവരി ക്രൂശിൽ ചെയ്തത് നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ ആരായിത്തീരുമെന്ന്? ദൈവത്തിന്റെ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും മക്കളാകാത്ത ആരെങ്കിലും ഉണ്ടോ? കൈ ഉയർത്തണ്ട കേട്ടോ. കാണും. എന്തോ ഒരു ലളിതമായിട്ടുള്ള വഴി ഇത്രയും വലിയ സ്നേഹിച്ച് നമുക്കിനി ഒരു പണി കർത്താവ് തരുന്നില്ല. അതിന് പകരം കർത്താവ് പറയുന്നത്, അവനെ കൈക്കൊണ്ട് യഹൂദന്മാർ ചെയ്തതുപോലെ തള്ളി പറയണ്ട, അവനെ ക്രൂശിക്ക്, ബർബ്ബാസിനെ വിട്ടുതരിക. അതിന് പകരം യേശു എൻ്റെ കർത്താവ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ ഇപ്പൊ അധികാരം കൂടെ തന്നിരിക്കുക അല്ലേ? ഇത്രയും വലിയ അധികാരമല്ല ഉണ്ടോ? ഈ അധികാരം എക്സർസൈസ് ചെയ്തവരൊക്കെ, ഈ അധികാരം ഉപയോഗിച്ചവരൊക്കെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. എന്തൊരു വലിയ പദവിയാ. എന്നിട്ട് അവിടെ പറയുകയാണ്, കാൺമീൻ നാം ദൈവത്തിന് മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ. ഇതിനർത്ഥമില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. സോ വി ആർ. അതിന്റെ അർത്ഥം എന്താ? നല്ല വെയിറ്റ് ഉള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്ന. ഞങ്ങൾ ദൈവത്തിന്റെ അങ്ങനെ തന്നെയാ. ആണോ? ഉറപ്പില്ലാത്തവരൊക്കെ ഇന്ന് ഉറപ്പിച്ചോളൂ. എന്നും ചില ആളുകളുണ്ട്, എന്നെല്ലാ പ്രാവശ്യം രക്ഷിക്കപ്പെടുന്നവരുണ്ട്. അതൊക്കില്ല. പിന്നെ എല്ലാ മീറ്റിങ്ങിനും രക്ഷിക്കപ്പെടുക, എല്ലാ മീറ്റിങ്ങിനും രക്ഷിക്കപ്പെടാൻ കൈ ഉയർത്താം. ഒറ്റ ഒരിക്കൽ പ്രാവശ്യം രക്ഷിക്കപ്പെട്ടാൽ മതി. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞു വേണം.
അതിന് പകരം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയും ദൈവത്തിന്റെ മക്കളാണ് നമ്മളോട് ഹൃദയത്തോടത് സാക്ഷ്യം പറയും. അപ്പൊ സോ വി ആർ, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തൊരു ധൈര്യം, എന്തൊരു വിശ്വാസം, എന്താ ധൈര്യം, എന്താ നമ്മൾ അങ്ങനെ തന്നെയാണെന്ന്. കാൺമീൻ നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് പിതാവ് എത്ര വലിയ. ആ പിതാവിന്റെ മക്കൾക്കൊക്കെ എന്ത് കിട്ടുമെന്നറിയാമോ? അബ്ബാ പിതാവേ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വി ആർ അണ്ടർ ഹിസ് പ്രൊട്ടക്ഷൻ. അവന്റെ സംരക്ഷണത്തിലാണ് നമ്മള്. നമുക്കൊരു പിതാവുണ്ട് എങ്കിൽ അവന്റെ സംരക്ഷണത്തിലാണ്. ആൻഡ് വി ആർ അണ്ടർ ഹിസ് ഡയറക്ഷൻ. അവൻ നടത്തുന്നത് പോലെയാ മക്കളൊക്കെ നടക്കുന്നത്. ആണോ? ഓ, കർത്താവിന്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടവകാശികളും കൂടെ ആണ്. എല്ലാം വിവരിക്കാനൊക്കില്ല, പരിമിതപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ലോകം അവനെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മെ മനസ്സിലാവില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടാണെന്ന് പറഞ്ഞാൽ വല്ലവർക്കും മനസ്സിലാവോ? വല്ല മനസ്സിലാവോ? മനസ്സിലാക്കിക്കണം എന്നത് എത്ര വലിയ നിർബന്ധം. പക്ഷെ ആളുകൾ കണ്ടിട്ട് പറയും ഇവരെന്തൊരു വ്യത്യാസമുണ്ട് കേട്ടോ, മറ്റേ നമ്മളെപ്പോലൊന്നും അല്ലല്ലോ, ഇവർ കള്ളും കുടിക്കുന്നില്ല, വേണ്ടാത്ത പണിക്കുന്നു. പക്ഷെ എന്നാലും അവർക്ക് എന്തൊരു സന്തോഷവും എന്തൊരു തൃപ്തി, എന്തുണ്ട് ഇതിനകത്ത് രഹസ്യം. അങ്ങനെയാ തിരിച്ചറിയേണ്ടത്. ലോകക്കാരങ്ങനെയാ തിരിച്ചറിയുന്നത്. കർത്താവിന് സ്തോത്രം. വൃക്ഷത്തെ അതിൻ്റെ വേര് കൊണ്ടറിയത്തില്ല. കുറെ വേരുകളെല്ലാം കൂടെ വാരിയിട്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാനൊക്കെ ആഞ്ഞിലിയാണോ പ്ലാവാണോ പിന്നെന്താ എന്തെല്ലാം വൃക്ഷം അതിൻ്റെ വല്ലതാണെന്ന് അറിയാനൊക്കെ ഏതാണ്ടൊക്കെ ചിലതൊക്കെ. പിന്നെ ഈ ശാസ്ത്രീയമായിട്ടുള്ള ഈ അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആണെങ്കിൽ പോയി കണ്ടെത്തും. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അവരുടെ വേരിന്റെ കാര്യം അവര് പറഞ്ഞത്. അതെ, അവരുടെ കർത്താവ് ശാസിച്ചിട്ടുണ്ട്. യോഹന്നാൻ 8 പറയാ ഞങ്ങൾ ആർക്കും ഒരിക്കലും അടിമകളായിട്ടില്ല, ഞങ്ങളൊക്കെ അബ്രഹാമിന്റെ മക്കളാ. പക്ഷെ കർത്താവ് പറഞ്ഞു നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായിരുന്നു, നിങ്ങളുടെ അബ്രഹാമിന്റെ അതേ പ്രവൃത്തി ചെയ്യുമായിരുന്നു. പക്ഷെ നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കള്, നിങ്ങൾ പാപം ചെയ്യുന്നു. പിശാചി കള്ളനാണ്, ആദ്യം മുതലേ അവൻ കള്ളനാ, കൊള്ളക്കാരനാ, അവന്റെ മക്കളാണെന്നാ. അതാണ് നിങ്ങളുടെ പ്രകൃതി എന്നാ. പക്ഷേ അവരൊക്കെ പറയും ഞങ്ങളെല്ലാവരും അബ്രഹാമിന്റെ മക്കളാണ്, ആ കുടുംബത്തിൽ ഞങ്ങളെല്ലാവരും ജനിച്ചവരാണ്, പൈതൃകം ഞങ്ങൾക്കുണ്ട്. പക്ഷെ യോഹന്നാൻ പറയുകയാണ് വൃക്ഷങ്ങളുടെ ചുവടിന് ഇപ്പോഴേ കോടാലി വെച്ചിരിക്കുക. ഇതെന്റെ ചിന്തയിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു, ദർശനമായിരിക്കണം. വലിയ വലിയ വൃക്ഷങ്ങൾ നിൽക്കുന്നു, പക്ഷെ നോക്കിയാണ് വൃക്ഷത്തിന്റെ ചുവട്ടിലുള്ള വേരുകളെല്ലാം ഇങ്ങനെ കോടാലി വെച്ച് മുറിച്ചിരിക്കുക. എപ്പോഴാ വീഴുന്നറിയത്തില്ല കേട്ടോ. യഹൂദന്മാർക്ക് അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചു. വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വെച്ചു അക്കാലത്ത്. അന്ന് അവരൊക്കെ വിളിച്ചു പറഞ്ഞു അതെ അവന്റെ രക്തം ഞങ്ങളുടെ മേലും, ബാക്കി പറ, ഞങ്ങളുടെ മക്കളുടെ മേലും വന്നോ. എത്ര വർഷമാ? AD 70 അവരുടെ രാജ്യത്തുനിന്നവരെല്ലാം ചെതറിപ്പോയി. ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? ഇവര് സ്വന്തം ദേശം നഷ്ടപ്പെട്ടിട്ട് ഏതാണ്ട് 2500 വർഷമായി, ബാബിലോന്യ പ്രവാസം കൂടെ ചേർത്താൽ. അതിനുശേഷം അവർക്ക് ഒരിക്കലും സ്വന്തമായിട്ട് അവരുടെ രാജാവ് ഉണ്ടായിരുന്നില്ല. രാജാവില്ലാതിരുന്നപ്പോഴാണ് ദൈവം ഒരാളിനെ അയച്ചു, മഹിയെ അയച്ചു രാജാവായിട്ട്. പക്ഷെ അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലെ. ഞങ്ങളുടെ എത്ര നൂറ്റാണ്ടുകളാണെന്നറിയാമോ? അവന്റെ ന്യായവിധി അവരുടെ മേൽ വന്നത് 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു പുതിയ രാജ്യമുണ്ട്. അത് യേശയ്യാപ്രവചനം ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യത്തെ പെർമോ കേട്ടിട്ടുണ്ടോ? പിന്നെ വായിച്ചാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് ജനിച്ചു. അവര് തള്ളിക്കളഞ്ഞതാ. സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. പക്ഷെ അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അവന് അധികാരം. നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കള് ആകുന്നു. നാം ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഇനി ഭാവി കാര്യങ്ങളെ കുറിച്ച് അതെല്ലാം ഒന്നും വിശദീകരിക്കാനും നോക്കില്ല. പക്ഷേ ഇവിടെ പറയുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ നേരിട്ട്, കർത്താവ് എന്താണെന്ന് ചെയ്ത് നേരിട്ട് കാണാൻ പോവാ. ഫുൾ വിഷനാ. ഇപ്പൊ കണ്ണാടിയിൽ കടമൊഴിയായിട്ട് കാണുന്നത് പോലെയുള്ളു. പക്ഷെ അന്ന് അവനെ നേരിട്ട് കാണും. അവനെ കുത്തിത്തുളച്ചവരും കാണും. എല്ലാവരും കാണത്തക്ക തരത്തിലാണ് വരാൻ പോകുന്നത്. അതെ, അന്ന് അവനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര ചേഞ്ച് വരുത്തും. അത് നമുക്ക് ഭയങ്കര മാറ്റം വരുത്താൻ പോകുന്നത്. അത്ഭുത മാറ്റമാണ്. എന്തുവായി തീരുമെന്ന്? നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാര് ആകും. ഇപ്പൊ നമ്മള് ദൈവത്തിന്റെ മക്കളാ. എന്തോ ആകുമെന്ന് പറയുന്നുണ്ടോ? നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ. നമ്മുടെ ഭാവി എന്താ നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ സൺഷിപ്പ്, നമ്മുടെ പുത്രത്വം നമ്മുടെ ഭാവിയുടെ ഉറപ്പാ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. നമ്മുടെ പുത്രത്വം നമ്മുടെ ഭാവിയുടെ ഉറപ്പാ. ഇപ്പൊ ആരാണ് നമ്മള്? ഇപ്പൊ ആരാ? ഇനി എന്താകാൻ പോകുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ നമ്മൾ നേരിട്ട് കാണുന്നത് കൊണ്ട് അപ്പൊ ദൈവത്തിന്റെ മക്കൾക്കാ ഈ പുത്രന്റെ പ്രത്യക്ഷതയിൽ വ്യത്യാസം വരാൻ പോകുന്നത്. ഇതുവരെ പൂർണ്ണമായിട്ട് വെളിപ്പെട്ടിട്ടില്ല. നമ്മൾ എത്രത്തോളം വിശുദ്ധിയുള്ളവരായിരിക്കും നമുക്കറിഞ്ഞുകൂടാ. എത്രത്തോളം ഹോളിയായിരിക്കും നമുക്കറിഞ്ഞുകൂടാ. എത്രത്തോളം ബുദ്ധിയുള്ളവരായിരിക്കും നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് എത്രത്തോളം വലിയ പദവിയായിരിക്കും നമുക്കറിഞ്ഞുകൂടാ. എത്രത്തോളം ശക്തി ഉണ്ടായിരിക്കും നമുക്കറിഞ്ഞുകൂടാ. എത്രത്തോളം അവകാശങ്ങൾ ഉണ്ടായിരിക്കും ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഒരിക്കലും പാപപരിഹാരത്തിന് വേണ്ടി അവൻ പ്രത്യക്ഷനായി. ഇപ്പൊ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രത്യക്ഷനാകാൻ പോകുകയാണ്. കർത്താവിന് സ്തോത്രം. ഞാനപ്പോ ഇന്ന് പ്രസംഗിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? രക്ഷയുടെ സുവിശേഷമുണ്ട്, പക്ഷെ അവസാനത്തെ രക്ഷയുടെ സുവിശേഷം കൂടി ഇതിനകത്തുണ്ട്. അവൻ പ്രത്യക്ഷൻ ആകുമ്പോൾ അതെ, നമ്മൾ അവനെ പോലെ ആയിരിക്കും. അവനായിരിക്കുന്നത് പോലെ തന്നെ. അപ്പൊ അവനെ ഒരു കാഴ്ച കണ്ടാൽ മതി, ട്രാൻസ്ഫോർമേഷനാ. യേശുവിനെ ഒരു കാഴ്ച കണ്ടാ മതി, വ്യത്യാസം. പൗലൂസിന് അസാധാരണമായ ഒരു കാഴ്ച ഉണ്ടായല്ലേ? നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വെളിച്ചമുള്ളപ്പോൾ സൂര്യന്റെ വെളിച്ചത്തെ കവിയുന്ന ഒരു പ്രകാശം അവന്റെ മേൽ വന്നു, ട്രാൻസ്ഫോം ചെയ്തു. അതവനെ രൂപാന്തരപ്പെടുത്തി. വലിയ മിഷനറി ആക്കിയെന്നറിയണം. കർത്താവിന് സ്തോത്രം. അക്കാലത്ത് ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് തന്നെ രൂപാന്തരമാണ് വരുന്നത്. ഭാവിയെ കുറിച്ച് അവിടെ പറയുന്നത് അവനെ പോലെ നമ്മള് ആയിരിക്കും. അവസാന ഭാഗത്തേക്കും വരട്ടെ. ഈ പ്രത്യാശ ഉള്ളവൻ എല്ലാം. എന്താ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി കിടന്നുറങ്ങി ഭയങ്കര ആസ്മാരോഗമാ. പ്രത്യാശ, രാവിലെ സൂര്യൻ ഉദിക്കുമല്ലോ, സൂര്യൻ ഉദിക്കുമല്ലോ. നമ്മൾ ഭാവിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാ. That's our hope. നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഓർമ്മയുണ്ടോ? അബ്രഹാമിനെ കുറിച്ചാ പറയുന്നത്. ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതിന്റെ അർത്ഥം, ഞാനും നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞാലും എന്തെല്ലാം ഉപവാസം കഴിഞ്ഞാലും പോകുന്നിടത്തൊക്കെ എന്തോ ചെയ്തുകൊണ്ടിരിക്കണം, ഇങ്ങനെ നിർമ്മലീകരിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ ജോലി എന്താണെന്നറിയാമോ? ശുദ്ധരക്തം പമ്പ് ചെയ്യും. അശുദ്ധരക്തം എന്തോ ചെയ്യും? എപ്പോഴും അത് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ ഇന്നലെ രാത്രി ഞാൻ എപ്പോഴും നടന്ന, കർത്താവെ എന്നെ കഴുകി വെടിപ്പാക്കണേ. പാപം ഒന്നും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഞാൻ പറയും, കർത്താവ് എന്നെ ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകണമേ. എല്ലാ നിമിഷവും നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നു എന്നാണ്. നമ്മൾ പാപത്തെ മരണത്തോട് എതിർക്കുന്നത് പോലെ നമ്മൾ എതിർത്ത് നിൽക്കുക. അങ്ങനെയാ താൻ തന്നെ നിർമ്മലീകരിക്കുന്നു. നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രകൃതികളുണ്ട്, ജഡത്തിന് മോഹങ്ങളുണ്ട്, ഇവിടെയുള്ള ഇഷ്ടങ്ങളുണ്ട്. അതിനെ
അതിനെയൊക്കെ അതിജീവിച്ചാൽ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മൾ നിർമ്മലീകരിക്കപ്പെടുന്നത്. അവന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചിട്ടാണ് നമ്മൾ നിർമ്മലീകരിക്കപ്പെടുന്നത്. പാപത്തിന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞിട്ടാണ് അത് നിർമ്മലീകരിക്കുന്നത്. അവൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രാർത്ഥനയാൽ നിർമ്മലീകരണമാ, അത് വചനം കേൾക്കുന്നതിനാൽ നിർമ്മലീകരണമാ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാമും നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അവനെ പോലെ ആകാനുള്ള ആഗ്രഹമുള്ളവരുണ്ടോ? അവന്റെ പ്രത്യക്ഷതയിൽ അവനെ കാണണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടോ? കർത്താവിന് സ്തോത്രം. നമ്പർ 1 ചെയ്യേണ്ട എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ മക്കളാകണം. മക്കളായി തീർന്നവരൊക്കെ എന്താ ചെയ്യണം? കാൺമീൻ നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ആ സ്നേഹം കൊണ്ട് നിറയപ്പെട്ട ഒരു ആരാധനയാണ് വേണ്ടത്. നമ്മൾ ചില നിമിഷങ്ങൾ ആരാധിക്കാനുള്ള സമയം എടുക്കാൻ പോവുക. അവന്റെ സ്നേഹം കൊണ്ട് ഇത് കൺസിഡർ ചെയ്ത് നോട്ടീസ് ചെയ്ത് മനസ്സിലാക്കി ലാഘവബുദ്ധിയോടുകൂടി ദൈവത്തിന്റെ സ്നേഹത്തെ നോക്കിയതിന് പകരം അതിന്റെ ആഴത്തിലേക്ക് നോക്കി, അതിന്റെ അഗാധതയിലേക്ക് നോക്കി, ആ സ്നേഹത്തിൽ നമ്മൾ നിറഞ്ഞു കവിയുന്ന ഒരാരാധന, അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും. അത് നമ്മളെ മക്കളാക്കും. അത് നമ്മളെ ഉയർത്തും. അത് നമ്മളെ താഴ്ചയിലും ഉയർത്തി 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 ഉയർന്ന തലങ്ങളിലേക്ക് അത് കൊണ്ടുപോകും. പൗലോസ് അതുകൊണ്ടാ പറയുന്നത്, ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ മരണത്തിന് പോലും വേർപെടുത്തുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ ആ സ്നേഹത്തിന്റെ ആ വലിയ സമുദ്രത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇഷ്ടം പോലെ അവിടെ നീന്തി തുടിച്ചോണം. സുരേഷ് ബാബു പാസ്റ്ററെ, ഇവർക്ക് ദൈവത്തിന്റെ സ്നേഹം ഒന്ന് ആഴമായിട്ട് മനസ്സിലാക്കിയിട്ടൊന്ന് ആരാധിക്കട്ടെ. നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ഇവർ നേരത്തെ എന്തോ ഒരു ദൈവത്തിന്റെ സ്നേഹം, ഞാൻ വന്നു കയറിപ്പോ എന്തൊരു സ്നേഹം, എന്താ നിന്റെ സ്നേഹം മതി, എന്തോ ഒരു പാട്ടുണ്ടല്ലോ, ക്രൂശ് മതി. ഒന്നില്ലാതെ പാടണം. പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്തതിശയമേ പാടണം. പാടി പാടി ആരാധിക്കണം. മക്കളാകാത്തവരുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പറഞ്ഞോണേ, കർത്താവേ എനിക്ക് അങ്ങയുടെ മകനായി തീരണം. അയ്യോ, ഇത്രയും നാൾ പാവിയായിട്ട് ഞാൻ ജീവിച്ചതാണ്, പക്ഷെ അവനെ കൈക്കൊണ്ട് അങ്ങേ ഞാൻ കൈക്കൊണ്ട് അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ മകനാക്കണേ, എന്നെ മകളാക്കണമെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് കർത്താവിന്റെ സ്നേഹം അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് തുടങ്ങണം. കർത്താവിന് സ്തോത്രം. ആരാധനയ്ക്ക് വേണ്ടിയുള്ള സമയമാണിനിയും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാണ് ആരാധിക്കുന്നത്? സ്നേഹം കൊണ്ട് നിറഞ്ഞ് ആരാധിക്കുക. ആ സ്നേഹം മനസ്സിലാക്കി ആരാധിക്കുക. അതൊന്ന് അളന്ന് നോക്കുക. ആ സ്നേഹത്തിന്റെ ആഴിയിലേക്കൊന്ന് എത്തി നോക്കുക. ആ പ്രകാശത്തിലേക്ക്, സൂര്യനിലേക്ക് നോക്കുന്ന പോലെ നമുക്ക് കണ്ണഞ്ചി പോകുമായിരിക്കും. പക്ഷെ എന്നാലും അത് നന്നായിട്ട് നോക്കുക. ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ഒന്ന് വിശദീകരിച്ച് നോക്കുക. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരു വലിയ കുളിർമയിലേക്ക് നയിക്കട്ടെ. അതൊരു ഉയർന്ന ഉയരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകട്ടെ. ഒരു ഉയർന്ന തലത്തിൽ വലിയൊരു അനുഭവമായി തീരട്ടെ. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ഏതാ പാട്ട് പാടുന്നത്? ഏതാ? ഏത് വേണമെങ്കിലും പാടിക്കോളൂ. എന്താ? സ്നേഹം മതി. അത് പാടുമോ? പ്ലീസ് പ്ലീസ്, എല്ലാവരും നന്നായിട്ട് പാടണം. പക്ഷെ എന്തിനാ? കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞുള്ള ഒരു ആരാധനയാണ്. അല്ല, വെറുതെ ചുമ്മാ ആരാധനയൊന്നുമല്ല. ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് അതിനുള്ള നന്ദിയാണ്.